നമസ്കാരം. കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം തവണ സർക്കാരുമായി ഏറ്റുമുട്ടിയ ഗവർണർ എന്ന പരിവേഷം ബാക്കിവെച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിലേക്ക്. പകരം ബീഹാർ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് കേരളത്തിലേക്ക് എത്തുന്നത്. ചെറുപ്പകാലം മുതൽ RSS പ്രവർത്തകനായിരുന്ന ആർലേക്കർ ഗോവ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ പരിഗണിക്കപ്പെട്ട BJP നേതാവാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവൻ ഒഴിയുമ്പോൾ സർക്കാരുമായുള്ള സംഘർഷം അവസാനിക്കുമോ അതോ യുദ്ധം ചെയ്യാനുള്ള മൂഡിലായിരിക്കുമോ ആർലേക്കറും? സർക്കാരിന് ആശ്വാസമാണോ ആശങ്കയാണോ കൂടുതൽ? ഈ രാത്രിയിൽ ശ്രീ V വസീഫ് CPM, ശ്രീ KP നൌഷാദ് അലി കോൺഗ്രസ്, ശ്രീ KVS ഹരിദാസ് BJP എന്നിവർ. ആദ്യം ശ്രീ KVS ഹരിദാസ്. മലയാളിയായ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ PS ശ്രീധരൻപിള്ളയാണ് ഗോവയിലെ ഗവർണർ. ഗോവക്കാരനായ ഏതാണ്ട് PS ശ്രീധരൻപിള്ളയുടെ അത്രയും തന്നെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആർലേക്കർ കേരളത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ശ്രീധരൻപിള്ള ഒരു സൗമ്യനായ മാന്യമായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ ഒരു സൗമ്യതയും സർക്കാരുമായിട്ടുള്ള നല്ല ഒരു കെമിസ്ട്രിയും ഒക്കെ പ്രതീക്ഷിക്കാമോ? നമുക്ക് ഈ ഗവർണറും സർക്കാരും തമ്മിലുള്ള സംഘർഷകാലം അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കാമോ? അല്ല അഭിലാഷേ, ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ വരുമ്പോൾ എന്തായിരുന്നു അവസ്ഥ? ഞാൻ CPMകാരുടെ നിലപാട് തന്നെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പിണറായി വിജയനും ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിൽ എവിടെയായിരുന്നു പ്രശ്നമുണ്ടായത്? എത്ര സൗഹൃദമായിട്ടാണ് ആദ്യം മുതൽ മുന്നോട്ട് പോയിരുന്നത്? ആ പഴയ നിങ്ങളുടെ തന്നെ ലൈബ്രറി ക്ലിപ്സ് ഒന്ന് എടുത്തു നോക്കൂ. രാജ്ഭവനിൽ എത്രയോ വട്ടം പിണറായി വിജയൻ ചെന്നിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ മന്ത്രിമാരുമായിട്ട് എത്ര വട്ടം ഗവർണർ ചർച്ച നടത്തിയിട്ടുണ്ട്. അത് എവിടെ വെച്ചാ തെറ്റിയത്? നമ്മൾ ചില കാര്യങ്ങൾ മറന്നിട്ട് നിരീക്ഷണം നടത്തുന്നത് ശരിയല്ല. കണ്ണൂർ സർവകലാശാലയിൽ നടന്ന ഹിസ്റ്ററി കോൺഗ്രസിൻ്റെ സംഭവം നമുക്ക് ഓർമ്മയില്ലേ? അന്ന് ഗവർണറെ അതിക്രമിക്കാൻ ശ്രമിച്ച നേതാക്കന്മാരെ സംരക്ഷിക്കുന്നത് മുതലല്ലേ പ്രശ്നങ്ങൾ വഷളായത്? അപ്പോൾ ഇവിടെ ഗവർണർമാർക്കൊരു റോളുണ്ട്, സർക്കാരിനൊരു റോളുണ്ട്. ഗവർണർമാർ ഭരണഘടനാ പദവി വഹിക്കുന്നവരാണ്. ആ ഭരണഘടന സംരക്ഷിക്കാൻ പലപ്പോഴും ആ റോളിനപ്പുറം പോയി എന്നുള്ളതാണ് ആരിഫ് മുഹമ്മദ് ഖാനെ കുറിച്ചുള്ള വിമർശനം. ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ള നിയമസഭ പാസാക്കിയിട്ടുള്ള നിയമങ്ങൾ അത് ഗവർണർ പിടിച്ചു വെച്ചു. അത് സുപ്രീം കോടതി തന്നെ ശരിയായ സമീപനമല്ല എന്ന് നിരീക്ഷിച്ചു. അതായത് ഒന്നുകിൽ ഗവർണർക്ക് ആ നിയമത്തിൽ ഒപ്പിടാം, അതല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കാം. ഇത് രണ്ടും ചെയ്യാതെ പിടിച്ചു വെക്കുക പോലെയുള്ള കാര്യങ്ങൾ പോലും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഹിസ്റ്ററി കോൺഗ്രസിലെ ആ സംഭവത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഇടഞ്ഞു. തുടർന്ന് അങ്ങോട്ട് വൈരനിര്യാതനപരമായിട്ടാണ് അദ്ദേഹം ഇടപെട്ടതെന്നുള്ളത് നമുക്ക് കാണാം. അങ്ങനെ വൈരനിര്യാതനപരമായി പരസ്പരം പെരുമാറേണ്ട രണ്ട് സംവിധാനങ്ങളല്ലല്ലോ, രണ്ട് ഭരണഘടനാ സംവിധാനങ്ങളല്ലേ സർക്കാരും ഗവർണറുടെ ഓഫീസും. ഞാൻ ചരിത്രത്തിലേക്ക് പോവുകയല്ല. എന്റെ ചോദ്യം, ഇവിടെ പുതിയ ഗവർണർ വരുമ്പോൾ, ആർലേക്കർ വരുമ്പോൾ അദ്ദേഹം കുറച്ചുകൂടി സമവായത്തിൻ്റെതായ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അഭിലാഷ് മാർക്സിസ്റ്റുകാർ സംസാരിക്കണ പോലെ സംസാരിക്കല്ലേ. ഇവിടെ ഒരാളും ഡിപ്ലോമാറ്റിക് അല്ലാതെ പെരുമാറുന്നില്ല. ഏറെ ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പെരുമാറിയത്. പക്ഷേ അദ്ദേഹത്തിനെ തെരുവിൽ നേരിടും, അദ്ദേഹത്തിനെ വെല്ലുവിളിക്കും. ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം നെഞ്ചു നിവർത്ത തെരുവിലിറങ്ങി നിൽക്കുന്നത് നമ്മൾ കണ്ടില്ലേ? ആ സ്ഥിതി ഉണ്ടാക്കിയില്ലേ? അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കാൻ കേന്ദ്രസേന വരേണ്ട അവസ്ഥ വന്നില്ലേ? ഇത് ഉണ്ടാക്കിയത് ആരാ? ഇവിടെ സൗഹൃദത്തിൻ്റെ നല്ല സഹവർത്തിത്വത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടായിരുന്നു. അത് നശിപ്പിച്ചതാരാ? ഗവർണർക്ക് ഗവർണറുടേതായ സ്ഥാനമുണ്ട്, അംഗീകാരം കൊടുത്തേ പറ്റുള്ളൂ. അത് അംഗീകരിക്കാതെ തങ്ങളുടെ എന്താ പറയുക, ഒരു കീഴാളനാണ് ഗവർണർ, തങ്ങൾ പറയുന്നത് മുഴുവൻ ചെയ്തോളണം എന്ന് പറഞ്ഞാൽ അത് അനുസരിക്കണമെന്നില്ല. അത് ഇപ്പോഴും അനുസരിക്കണമെന്നില്ല. പുതിയ ഗവർണറുടെ ഭാഗത്തു നിന്നും ഞങ്ങളൊക്കെ കരുതുന്നത് അങ്ങനെ തന്നെയാണ്. ഭരണഘടനാപരമായ ചുമതലകൾ ഗവർണർക്ക് നിർവഹിക്കാനുണ്ട്, അത് ചെയ്യുക തന്നെ ചെയ്യും. അതേ സമയത്ത് കേരളത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും. ശരിയല്ല, ഭരണഘടനാപരമായ ചുമതലകൾ നിറവേറ്റണം ഗവർണർ. അദ്ദേഹം ടിറ്റുലാർ ഹെഡാണ്. പക്ഷേ അതിനപ്പുറത്ത് പോകുകയാണെങ്കിൽ വരാം. ഞാൻ ഒരു ഉദാഹരണം കൂടി സൂചിപ്പിക്കാം. പെട്ടെന്ന് പറയും. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. കണ്ണൂർ സർവകലാശാല, കണ്ണൂർ VCയുടെ നിയമനം വന്നപ്പോൾ എതിർപ്പ് പ്രകടിപ്പിച്ച ഇതേ ഗവർണർ അവസാനം നിയമിച്ചില്ലേ അദ്ദേഹത്തിനെ? അത് സുപ്രീം കോടതി പോയപ്പോൾ റദ്ദാക്കിയില്ലേ? അത് ഗവർണർ പറഞ്ഞു ഇത് ശരിയല്ല എന്ന് പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അദ്ദേഹം അതിന് സമ്മതം മൂളിയില്ലേ? എനിക്ക് എതിരഭിപ്രായമുണ്ട്. നിയമിച്ച സമയത്ത് ഗവർണർക്ക് എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം നിയമിച്ചു,
നിയമിച്ചു കഴിഞ്ഞ് പിന്നെ കുറച്ചു നാൾ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത് എനിക്ക് എതിർപ്പുണ്ടായിരുന്നു, പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസും വിദ്യാഭ്യാസ മന്ത്രിയും നിർദ്ദേശിച്ചതനുസരിച്ച് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞതനുസരിച്ച് ഞാൻ ചെയ്തു എന്ന്. ഇത് ചെയ്ത സമയത്ത് എതിർപ്പൊന്നും പറഞ്ഞിട്ടില്ല, അതിനുശേഷം വീട് തെറ്റിയ സമയത്താണ് എതിർപ്പൊക്കെ പറഞ്ഞത്. അല്ല അഭിലാഷ്, അഭിപ്രായ വ്യത്യാസം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അതിന് അംഗീകാരം കൊടുത്തത്. അപ്പോൾ ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് പലപ്പോഴും ആരിഫ് മുഹമ്മദ് ഖാൻ പെരുമാറിയിട്ടുണ്ടായിരുന്നു, ഇല്ലാന്ന് പറയണ്ട. പക്ഷെ ഇന്നിപ്പോ ഈ സ്ഥിതി വഷളാക്കിയത് എവിടെയാ? സർവകലാശാലകൾ തന്നെയാണ്, നമുക്കൊക്കെ അറിയാം, ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ശരി, നമുക്ക് ഓരോ വിഷയങ്ങളിലേക്ക് പോവാം. ശ്രീ കെ വി എസ് വിശദമായി ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വിഷയം പുതിയ ഗവർണർ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ശ്രീ വി വസീഫ്, ഇപ്പോൾ ഒരു വലിയ യുദ്ധപർവം എന്നൊക്കെ വിശേഷിപ്പിക്കാം. 2019 മുതൽ ഇങ്ങോട്ട് ആരിഫ് മുഹമ്മദ് ഖാൻ, ഒരു ഭാഗത്തും പിണറായി വിജയൻ, മറുഭാഗത്തും നിന്നുകൊണ്ട് ഇപ്പോൾ പുതിയ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വരുമ്പോൾ പിടിച്ചതിനേക്കാളും വലുതാണോ അളയിലിരിക്കുന്നത് എന്ന പേടിയാണോ അതോ ആശ്വാസമാണോ? അഭിലാഷ്, ഇവിടെ ഈ RSS നിയന്ത്രിക്കുന്ന BJP ഗവൺമെൻറ് രാജ്യം ഭരിക്കുമ്പോൾ എന്തൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഭരണഘടനയ്ക്ക് മുകളിൽ നിന്നുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ സംവിധാനങ്ങളെ തങ്ങളുടെ വരുതിയിലേക്ക് കൊണ്ടുവരാൻ എങ്ങനെയൊക്കെ സാധിക്കും, അതിനൊക്കെയുള്ള ശ്രമം ഇവർ നടത്തുന്നു എന്നുള്ളതാണ്. അതിന് ഗവർണർമാരെ ഇവർ ഉപകരണമാക്കുന്നു എന്നുള്ള ആക്ഷേപമാണ് ഇവിടെയൊക്കെ വന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇതേ ആക്ഷേപം ഉന്നയിച്ചിട്ടില്ലേ? ബംഗാളിൽ ഉന്നയിച്ചിട്ടില്ലേ? വിവിധ സംസ്ഥാനങ്ങളിൽ BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങളിലെല്ലാം ഇതുപോലെയുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാകുന്നു, പരാതികൾ ഉയരുന്നു, സുപ്രീം കോടതിയിൽ പോകുന്നു, രാഷ്ട്രപതിയിലേക്ക് എത്തുന്നു. ഇങ്ങനെ വിവിധങ്ങളായ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെ തന്നെ ഈ 2019 ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭ നിയമം പാസ്സാക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് എതിർപ്പ് വന്നു. ഇദ്ദേഹം രാഷ്ട്രീയമായി അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ ഈ ഭരണഘടനയ്ക്ക് മുകളിൽ നിന്നുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണ സംവിധാനത്തിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ പിൻവാതിലിലൂടെ നടപ്പിലാക്കാൻ, അറിയിക്കാൻ ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്? അതിനെയാണ് നമ്മൾ എതിർത്തത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മുൻവിധിയുമില്ല. ഇപ്പോൾ വരുന്ന ഗവർണറും അതുപോലെ തന്നെ RSSനോടോ അല്ലെങ്കിൽ BJPയോടോ ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയമായിരിക്കും എന്നുള്ളതിൽ നമുക്ക് വേറെ അഭിപ്രായമില്ല. അദ്ദേഹത്തിന്റെ മുൻകാല ട്വീറ്റുകൾ, പോസ്റ്റുകൾ കാലാകാലങ്ങളിലായി അങ്ങനെയല്ലേ? കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് കോൺഗ്രസ് നേതാക്കളായിരുന്നു ഗവർണർമാർ, കോൺഗ്രസ് ആയാലും അതിനൊക്കെ ഞങ്ങൾ എതിരഭിപ്രായം പറയാറുണ്ട് കേട്ടോ. അതാത് ഘട്ടങ്ങളിൽ ഇടതുപക്ഷം CPM ഒക്കെ ഈ വിഷയങ്ങളിൽ എതിർപ്പ് അറിയിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും അവര് മുൻകാലങ്ങളിലൊന്നും ഇങ്ങനെ നമ്മുടെ ഒരു അനുഭവം ഇല്ല. ഇത്രയധികം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെന്റുകളെ, ഭരണഘടനയെ ഒക്കെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഈ ഗവർണർ, പൊതുവെ നമുക്കൊക്കെ അറിയാലോ, ഗവർണർ എന്ന് പറയുന്നത് റബ്ബർ സ്റ്റാമ്പായി കണക്കാക്കപ്പെടുന്ന, അങ്ങനെയാണ് പൊതുവെ ഒരു പറയൽ. അതായത് എന്താണോ ഈ നിയമസഭ, എന്താണോ ഈ ഭരണ സംവിധാനം തീരുമാനിക്കുന്നത് അതിനോട് ചേർന്ന് നിൽക്കുക, അതിലെന്തെങ്കിലും ഭരണഘടനാ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ നോക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നേരിട്ടൊരു രാഷ്ട്രീയക്കാരനെ പോലെ, അതും ഒരു തീവ്ര RSSകാരനെ പോലെ തെരുവിൽ ഇറങ്ങി നിന്ന് SFIക്കാരോട് പോലും അങ്ങനെയാണ്. SFI വിദ്യാർത്ഥികളാണ്, അവരുടെ സമരത്തെ പോലും വല്ലാത്ത രീതിയിൽ ഒരു അസ്വസ്ഥതകൾ കാണിച്ച്, അസഹിഷ്ണുത കാണിച്ച് അവർക്കെതിരെ കേന്ദ്ര സേനയെ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് തെരുവിലിരുന്ന് ഒരു വല്ലാതെ തമാശയാകുന്ന ഒരു രംഗം ഒരു ഭാഗത്തുണ്ട്. അതോടൊപ്പം ഈ ഗവൺമെന്റിനെ വല്ലാത്ത രീതിയിൽ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാക്കാൻ പറ്റുമോ തലവേദനകൾ ഉണ്ടാക്കുകയാണ്. നിയമങ്ങളെയൊക്കെ ഈ ബില്ലുകളൊക്കെ ഒപ്പിടാതെ സുപ്രീം കോടതിയിലേക്ക് എത്തിക്കുന്ന, കാലതാമസം ഉണ്ടാക്കുന്ന ഈ ഗവൺമെന്റിന്റെ വേഗതയെ എങ്ങനെയൊക്കെ തകർക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ തകർക്കാൻ ശ്രമിക്കുകയല്ലേ. വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ ചാൻസലർ പദവി വല്ലാത്ത രീതിയിൽ ദുരുപയോഗം ചെയ്യുകയാണ്. ആ രീതിയിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ എതിർപ്പറിയിക്കുകയാണ്. ഗവർണർക്കെതിരെ സമരം പ്രഖ്യാപിക്കും, സ്വാഭാവികമാണ്. ഇപ്പോൾ വരുന്ന ഗവർണർ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് ഈ ഭരണഘടനാ മൂല്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ച് ഒരു നിഷ്പക്ഷ മുഖം അദ്ദേഹം കാണിക്കും. അദ്ദേഹം ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെന്റുകളെയും അത് ഈ നാടിൻ്റെ ജനവിധിയാണ്, ഈ നാടിൻ്റെ അഭിപ്രായമാണ്. അതിനെയെല്ലാം മാനിച്ചുകൊണ്ട്, അത് ഭരണഘടന കൊടുക്കുന്ന അധികാരവും അവകാശവുമാണ്, അതിനെയൊക്കെ മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ അല്ലാത്ത സാഹചര്യം വരികയാണെങ്കിൽ നമുക്കപ്പോൾ പ്രതീക്ഷിക്കേണ്ടി വരും ഇത് RSS വളരെ കരുതി കൂട്ടി
തീരുമാനിച്ച കാര്യങ്ങളാണ്. അത് പിന്നെ അന്ന് പറയേണ്ട കാര്യമാണ്. ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ എന്തായിരുന്നോ അതാവില്ല എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ശരി, ആ പ്രതീക്ഷ എങ്ങനെ വരും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇവിടെ KVS ക്രൂഷ്യൽ ആയിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ വരികയാണ്. ഇപ്പോൾ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത 10 മാസത്തിനുള്ളിൽ നടക്കും. അവിടേക്കാണ് ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്നുള്ള പയറ്റിത്തെളിഞ്ഞ രാഷ്ട്രീയക്കാരനായ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി പോകുന്നത്. ഒരുപക്ഷെ അതും ഒരു ഘടകമായേക്കാം. കേരളത്തിൽ അടുത്ത 1.5 വർഷത്തിനിടെ 18 മാസത്തിനകം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവിടേക്ക് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വരുന്നു. അപ്പോൾ ഇലക്ഷൻ ഇയറിലുള്ള വളരെ ക്രൂഷ്യലായിട്ടുള്ള ചില മാറ്റങ്ങൾ എന്നുള്ള നിലയിൽ കൂടി കാര്യങ്ങളെ കണ്ടാൽ ഈ നിയമനത്തിന് BJPക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ? അല്ല, ഇതൊരു സ്വാഭാവികമായ നടപടിയല്ലേ അഭിലാഷേ? ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാലാവധി കഴിഞ്ഞു. അദ്ദേഹം ഒരു എക്സ്റ്റൻഷനിലായിരുന്നു ഇവിടെ. കാരണം നമുക്കറിയാം, ഒരു ഗവർണറുടെ കാലാവധി കഴിഞ്ഞാൽ മറ്റൊരു ഗവർണർ നിയമിക്കപ്പെടുന്നത് വരെ നിലവിലുള്ള ആൾ തുടരുന്നു. അതിന് ശേഷം 2-3 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വന്നു. മഹാരാഷ്ട്രയിൽ വന്നു, ഹരിയാനയിൽ വന്നു. സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് നിലപാടുകൾ എടുത്തില്ല, തീരുമാനങ്ങൾ എടുത്തില്ല. ഇപ്പോൾ തീരുമാനമെടുത്തു. ഗവർണർമാരുടെ ചിലരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി, ചില പുതിയ ആൾക്കാരെ വെച്ചു. അത്രേ ഉള്ളൂ ഇതിനകത്ത്. അല്ലാതെ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ ഒരു ഗവർണർക്ക് എന്ത് റോളാണ് ഉള്ളത്? അങ്ങനെയാണോ നമ്മൾ ഭരണഘടനയെ വിശകലനം ചെയ്യുന്നത്, രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യുന്നത്? കേരളത്തിൽ BJPക്ക് സംഘടനാ പ്രവർത്തനം നടത്താൻ ഗവർണറുടെ സഹായമൊന്നും ആവശ്യമില്ല. ഞങ്ങൾ ഒരിക്കലും സഹായം തേടിയിട്ടുമില്ല, ഒരിടത്തുമില്ല. ബീഹാറിലും അത് തന്നെയാണ് സ്ഥിതി. ആ നിലയിലേക്ക് ഈ വിലയിരുത്തൽ പോലെ ഒരു സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 2 മുന്നണികളാണ് മത്സരിക്കുന്നത്. ഏത് മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടും, ഒരു ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നുള്ള നിലയിൽ ഏത് കക്ഷി വരും തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കൺഫ്യൂഷൻ വരും. ഒരു ക്ലിയർ മെജോറിറ്റി ഇല്ലെങ്കിൽ ആരെ ക്ഷണിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഗവർണറാണ്. അപ്പോൾ ഗവർണർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഒരു റോളും വഹിക്കാനില്ലെന്ന് പറയരുത്. അല്ലെന്ന് ബീഹാറിലൊന്നും ഞങ്ങൾക്കൊരു ആശയക്കുഴപ്പമില്ലയെന്ന്. കാരണം NDA മുന്നണി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ നേടിയ വിജയത്തിൻ്റെ ചിത്രം നമ്മുടെയൊക്കെ മുമ്പിലില്ലേ? JDUയും BJPയും മറ്റേ LGPയും ഒക്കെ ചേർന്നുള്ള ഒരു ശക്തമായ സഖ്യം അവിടെയുണ്ട്. അവിടെ ഞങ്ങൾക്ക് ആശങ്കയൊന്നുമില്ല. പിന്നെ ആരിഫ് മുഹമ്മദ് ഖാന് പകരം ഇപ്പോൾ ഉള്ള ആർലേക്കറായിരുന്നു അവിടെ ഗവർണറായെങ്കിൽ എന്തായിരുന്നു വ്യത്യാസം ഉണ്ടാകുമായിരുന്നേ? അദ്ദേഹം ഒരു പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള ആളാണ് ഇപ്പോൾ ഉള്ള കേരളത്തിലേക്ക് വരുന്ന ഗവർണർ. അതും ബീഹാറിൻ്റെ പശ്ചാത്തലത്തിൽ അതിനൊരു പ്രാധാന്യം കൂടുതലില്ലേ? മറിച്ചാണെങ്കിൽ നമ്മളിതൊക്കെ കാണാതെ പോകാൻ പറ്റുമോ? പിന്നെ ഇവിടെ നേരത്തെ CPMൻ്റെ സുഹൃത്ത് പറഞ്ഞൊരു കാര്യം, RSSൻ്റെ പേര് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ ഇവിടെ പേപ്പറാട്ടി കാണിക്കാൻ നോക്കണ്ട. ഇവരൊക്കെ RSS ബന്ധമുള്ളവർ തന്നെയാണ്, ഒരു സംശയവും വേണ്ട. RSSൻ്റെ അടിത്തറ നന്നായിട്ട് മനസ്സിലാക്കിയവരും RSSലൂടെ വളർന്നു വന്നവരും തന്നെയാണ്. അവർ RSSകാരനായതുകൊണ്ട് അപകടമൊന്നുമില്ല ഈ രാജ്യത്ത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി RSSകാരനല്ലേ? ഇന്ത്യയുടെ രാഷ്ട്രപതിമാർ RSSകാരായിട്ടില്ലേ? അതുകൊണ്ട് ഈ ഭരണഘടന സംരക്ഷിക്കുന്ന കാര്യത്തിൽ, ഭരണഘടനാനുസൃതമായ ജോലികൾ ചെയ്യുന്ന കാര്യത്തിൽ ക്ലീൻ ട്രാക്ക് റെക്കോർഡുള്ളവരാണ് RSSൻ്റെ നേതാക്കന്മാർ. അതുകൊണ്ട് RSSൻ്റെ പേര് പറഞ്ഞ് കേരളത്തിൽ ഇപ്പോൾ നിങ്ങളുടെ അജണ്ട അതാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ പോയി. പക്ഷേ ഇത്തരം RSS ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു ഗവർണർ കേരളത്തിൽ വരുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും. കാരണം ഇതിനു മുമ്പ് അങ്ങനെ ഒരാൾ വന്നതെന്ന് എൻ്റെ ഓർമ്മയിലില്ല. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു നിലപാടിൽ ഒരു സംശയം വേണ്ട. ഗവർണറുടെ ജോലി ചെയ്യണം. അദ്ദേഹത്തിന് എന്തൊക്കെയാണോ ഡ്യൂട്ടി ഉള്ളത് അത് ഭംഗിയായിട്ട് നിർവഹിക്കണം. അതിൽ വീഴ്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ആവർത്തിക്കണം, ആദ്യം പറഞ്ഞ പോലെ ഗവർണർക്ക് മാന്യത കൽപ്പിക്കണം. CPMൻ്റെ ചട്ടുകമായിട്ട് ഗവർണറെ കാണാൻ തുടങ്ങുമ്പോഴാണ് പ്രശ്നം. കോൺഗ്രസിന്റെ നിലപാട് കൂടി കിട്ടേണ്ടതുണ്ട്. പക്ഷേ KP നൗഷാദ് അലി എത്തിയിട്ടില്ലെങ്കിൽ അദ്ദേഹത്തെ ടെലിഫോണിലെങ്കിലും കിട്ടിയാൽ നന്നാവും. ശ്രീ വസീഫ്, വരുന്ന 1 മാസത്തിനകത്ത് നിയമസഭാ സമ്മേളനത്തിൽ നയപ്രഖ്യാപനം വേണ്ടിവരും. അപ്പോൾ പുതിയ ഗവർണറായിരിക്കും സർക്കാരിൻ്റെ നയം പ്രഖ്യാപിക്കുക. എൻ്റെ ഗവൺമെൻറ് എന്ന് പറഞ്ഞിട്ടാണ് ഗവർണർമാർ സർക്കാരിൻ്റെ നയം പ്രഖ്യാപിക്കുക. സ്വാഭാവികമായും സർക്കാരിൻ്റെ തലവനാണ് ഗവർണർ എന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ പുതിയ ഗവർണർ വരുമ്പോൾ വളരെ കോർഡിയലായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ, ഗവർണറെ ഒപ്പം കൊണ്ടുപോകാൻ ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത് സർക്കാർ തന്നെയാണല്ലോ. ഇപ്പോഴത്തെ ഗവർണറുമായി പല പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം ക്രിസ്മസ് വിരുന്നിന് വിളിച്ചാൽ പോവില്ല, പരസ്പരമുള്ള എക്സ്ചേഞ്ചുകളില്ല, മുഖ്യമന്ത്രി രാജ്ഭവനിൽ പോകാറില്ല, മന്ത്രിമാർ പോകാറില്ല, ഉദ്യോഗസ്ഥരാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു ബന്ധമാണ് ഇനിയും തുടരുന്നത് എങ്കിൽ അത് ഗുണകരമാവില്ലല്ലോ.
അല്ല, അതാണ് ഇന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി വളരെ കൃത്യമായി പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടുകയാണ്. ഞങ്ങൾക്കൊരു മുൻവിധിയുമില്ല. ഗവർണർമാരുടെ ഉത്തരവാദിത്തങ്ങൾ, ചുമതലകൾ വളരെ കൃത്യമായി ഭരണഘടനാപരമായി നിർവഹിക്കണം എന്നുള്ള ആഗ്രഹമാണുള്ളത്. അത് CPM-ന്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഒക്കെ നിലപാടാണ്. സ്വാഭാവികമായിട്ടും ഈ ഗവർണറെയും അങ്ങനെ തന്നെയായിരുന്നില്ലേ സ്വീകരിച്ചത്? ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനെ അങ്ങനെ തന്നെ സ്വീകരിച്ചതാണ്. പക്ഷേ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ ഇവിടെ നിന്ന ഈ 2019 ഞാൻ നേരത്തെ സൂചിപ്പിച്ച പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കേരളത്തിൻ്റെ നിയമസഭ ഒരു പ്രമേയം പാസ്സാക്കുന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ അങ്ങ് വരിക. ഒരു BJP-യുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പോലെ ഇദ്ദേഹം അങ്ങ് പ്രസ്താവിക്കുക. രാജ്ഭവനെ നമ്മളൊക്കെ സംശയിച്ചു ഇത് മാരാർജി ഭവനാണോ എന്ന്. അങ്ങനെ രാജ്ഭവനെ മാരാർജി ഭവനാണ് എന്ന് സംശയിക്കുന്ന തരത്തിലേക്കുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ വരുന്ന ഘട്ടത്തിലാണ് നമ്മൾ എതിർത്തതും അദ്ദേഹത്തിനെതിരെ സംസാരിച്ചു തുടങ്ങിയതും. അല്ലാത്ത പക്ഷം നമുക്കെന്താ? അങ്ങനെ ഗവർണർ വരുന്നു, ഗവർണർ പോകുന്നു, ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഗവർണർ ബോധപൂർവമായി എങ്ങനെയൊക്കെ ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും, ഇവിടെയുള്ള ഈ സ്വാഭാവികമായ പോക്കിനെ, നല്ല രീതിയിലുള്ള ഭരണഘടനാപരമായിട്ടുള്ള പോക്കിനെ ഒക്കെ തകർക്കാനും, ഈ ജനാധിപത്യ സംവിധാനത്തെ തകർക്കാനും അട്ടിമറിക്കാനും ഇവിടെ ഈ തലവേദനകൾ സൃഷ്ടിക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഘട്ടം വന്നപ്പോഴാണ് നമ്മൾ എതിർക്കുകയും വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തത്. അങ്ങനെയാ ഉണ്ടായത്. ഇർഫാൻ ഹബീബ് എന്നെ തള്ളിയിടാൻ വന്നു, ഈ ചരിത്രകാരനെ എന്നിട്ട് അദ്ദേഹം പറഞ്ഞ കൊടുത്ത അതെ ക്രിമിനൽ എന്നൊക്കെ വിളിക്കുകയാണ്. അതൊക്കെ അംഗീകരിച്ച് നമുക്ക് പോകാൻ പറ്റും? ഇത് കേരളമല്ലേ? ഇവർ പറയുന്ന ഏത് RSS ആണെങ്കിലും അതൊക്കെ അങ്ങ് ചുരുട്ടി പോക്കറ്റിലിടാൻ പറയില്ലേ ഈ കേരളം? RSS ആണോ അല്ല ഇനി അദ്ദേഹം SDPI ആണോ ജമാഅത്തെ ഇസ്ലാമി ആണോ എന്നുള്ളത് ഗവർണർ പദവിയിൽ ഇരിക്കുമ്പോൾ കാണിക്കരുത് എന്നേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. അദ്ദേഹം ഭരണഘടനയെ സംരക്ഷിക്കണം, ജനാധിപത്യത്തെ സംരക്ഷിക്കണം, തെരഞ്ഞെടുത്ത് അധികാരത്തിൽ വന്ന ഗവൺമെന്റിനെ മാനിക്കണം. അവർക്ക് അധികാരം വിനിയോഗിക്കാനുള്ള അവകാശമുണ്ട്, അതിനെ മാനിക്കണം. അതിനെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് മാരാർജി ഭവനിൽ നിന്ന് വരുന്ന സ്റ്റേറ്റ്മെന്റുകൾ പോലെ രാജ്ഭവനിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ തീർച്ചയായിട്ടും എതിർക്കും, ചെറുക്കും, പ്രതിരോധിക്കും. നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും, പ്രക്ഷോഭം നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ രീതിയിലാണ് ഇതിനെ കാണേണ്ടത്. അതിൻ്റെ അപ്പുറത്ത് ഇപ്പോൾ വരുന്ന ഗവർണർ വളരെ നല്ല രീതിയിൽ ഈ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് പോലെ സാധാരണ ഒരു ഗവർണർ എങ്ങനെയാണോ ഇടപെടുന്നത് അങ്ങനെ ഇടപെട്ടു പോയാൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നമ്മൾ അതിനെ ബഹുമാനിച്ച് അതിനെ മാനിച്ച് എല്ലാ അംഗീകാരവും പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വരട്ടെ, നമുക്ക് നോക്കാം എങ്ങനെ ആയിരിക്കും അദ്ദേഹത്തിന്റെ സമീപനം എന്നുള്ളതിനെ കുറിച്ച് ആരും മുൻവിധി വെച്ച് പുലർത്തുന്നതിൽ അർത്ഥമില്ല. ശ്രീ KP നൗഷാദ് അലി, ആരിഫ് മുഹമ്മദ് ഖാന് ഒരു ടൈം കൂടി കിട്ടുമെന്നായിരുന്നു പല ആളുകളും വിചാരിച്ചിരുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാർ ഗവർണറായി പോകുമ്പോൾ, കേരളം വിടുമ്പോൾ സങ്കടമുണ്ടോ? കഴിഞ്ഞ 5 വർഷം കേരളത്തിന് യഥാർത്ഥത്തിൽ 2 പ്രതിപക്ഷ നേതാക്കളായിരുന്നു. ഒരു പ്രതിപക്ഷ നേതാവ് കന്റോൺമെന്റ് ഹൗസിലും ഒരു പ്രതിപക്ഷ നേതാവ് രാജ്ഭവനിലും. അങ്ങനെ സർക്കാരിനെ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ സന്ദർഭങ്ങളിലും മുൾമുനയിൽ നിർത്തിക്കൊണ്ടിരുന്ന ഒരാൾ കേരളം വിട്ടു പോകുമ്പോൾ എന്താണ് ഫീലിംഗ്? ഞാൻ അഭിലാഷ് നേരത്തെ പറഞ്ഞൊരു വാചകത്തോട് വിയോജിക്കുകയാണ്. പുതുതായി വരുന്ന ഗവർണറെ മുൻവിധിയോടുകൂടി കാണേണ്ടതില്ല എന്ന് അഭിലാഷ് പറഞ്ഞല്ലോ. ഇതിനകത്ത് കൃത്യമായ മുൻവിധികളുണ്ട്. കാരണം 16ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കേന്ദ്ര ഗവൺമെൻറ് 2014 അധികാരത്തിലേറിയതിന് ശേഷമുള്ള ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJP ഇതര കക്ഷികൾ ഏതൊക്കെ സംസ്ഥാനത്ത് ഭരിക്കുന്നുണ്ടോ അവിടെയൊക്കെ ഗവർണർമാർ കൃത്യമായിട്ട് പരസ്യവും നഗ്നവും കീഴ്വഴക്കങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ടുമുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അത് ഈ ഫെഡറൽ ഘടനയെ തന്നെ സാരമായി ബാധിക്കാൻ ഉതകുന്നതാണ്. അവർ ബില്ലുകൾ തടഞ്ഞു വെക്കുന്നു, നിയമനിർമ്മാണത്തിന് തടസ്സമുണ്ടാക്കുന്നു, അവർ വലിയ തോതിലുള്ള രാഷ്ട്രീയ പ്രസ്താവനകൾ നടത്തി പരസ്യ രാഷ്ട്രീയക്കാരെ പോലെ അവർ പെരുമാറി മുന്നോട്ട് വരുന്നു. ഭരണഘടനാപരമായ സാങ്കേതികമായ പ്രതിസന്ധികൾ ഉടനീളമുണ്ടാക്കി സംസ്ഥാന ഭരണങ്ങളെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ് അവരിൽ അർപ്പിതമായ ദൗത്യം. ആ ദൗത്യമാണ് അവർ നിർവഹിക്കുന്നത്. അത് ഇന്ന സംസ്ഥാനമെന്നില്ല. BJP ഇതര പാർട്ടികൾ എവിടെയൊക്കെ ഭരിക്കുന്നുണ്ടോ, കേരളമാവട്ടെ, തമിഴ്നാടാവട്ടെ, ബംഗാളാവട്ടെ, മഹാരാഷ്ട്രയിൽ MVA അധികാരത്തിലുള്ള കാലമായിരുന്നാൽ അപ്പോഴാകട്ടെ, ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ആകട്ടെ,
എല്ലാ ഗവർണർമാരും ഇത്തരത്തിൽ മാത്രമാണ് പെരുമാറാറുള്ളത്. അങ്ങനെ വിവിധ സംസ്ഥാനങ്ങൾക്ക് സുപ്രീം കോടതിയിലൊക്കെ നീണ്ട നിയമ നടപടികൾക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. ഇത് ഇന്ത്യയുടെ ജനാധിപത്യ രാഷ്ട്രീയ ചിത്രത്തിൽ ഇത് 2014 ശേഷമാണ് ഒരേപോലെ വ്യാപകമായി ഒരേ രീതിയിൽ നടക്കാൻ തുടങ്ങിയത്. മുൻകാലങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട അനുഭവങ്ങളും ചില അപവാദങ്ങളൊക്കെ ഉണ്ടാകും എന്നതൊഴിച്ചാൽ അവിടെയൊക്കെ ഭരണഘടനയോടൊരു കൂറു പുലർത്തിയായിരുന്നു അന്നത്തെ കേന്ദ്ര സർക്കാരും അവർ നിയമിക്കുന്ന ഗവർണർമാരും ഒക്കെ നീങ്ങിയിരുന്നത്. എന്നാൽ ഇന്ന് വളരെ കൃത്യമായിട്ട് ആ സിസ്റ്റം അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാനിവിടെ ഗവർണർമാരുടെ ഭരണഘടനാ പദവിയെക്കുറിച്ചും അവർ പെരുമാറേണ്ട രീതിയെക്കുറിച്ചും അവർ അരാഷ്ട്രീയമായിട്ട് അല്ലെങ്കിൽ നിഷ്പക്ഷത പുലർത്തി നീങ്ങേണ്ടതിൻ്റെ സാഹചര്യത്തെക്കുറിച്ചൊക്കെ സക്കറിയ കമ്മീഷൻ, പൂഞ്ചി കമ്മീഷൻ, അങ്ങനെ നിരവധിയായ കമ്മീഷനുകൾ വളരെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നമ്മോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ആ മാർഗനിർദ്ദേശങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു പരസ്യമായിട്ട് തങ്ങൾക്കെതിരായ പാർട്ടി ഭരിക്കുന്ന ഇടങ്ങളിൽ കുത്തിത്തിരിപ്പും കുഴപ്പവും പ്രതിസന്ധിയും ഉണ്ടാക്കാൻ ബോധപൂർവം കേന്ദ്ര സർക്കാർ പറഞ്ഞേക്കുന്ന ആളുകളാണ് ഗവർണർമാർ എന്നുള്ള കാഴ്ചപ്പാടാണ് ഇന്ന് ഗവർണർമാരുടെ ചെയ്തികൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. ഇതൊന്നും എതിർക്കാൻ ഒരു BJP-ക്കാർക്കും സാധിക്കില്ല. അവരിപ്പോൾ ചിലപ്പോൾ ആ എതിർക്കാൻ പണ്ട് ഇന്ന സംസ്ഥാന സർക്കാരിനെ നിങ്ങൾ പിരിച്ചുവിട്ടില്ല, അടിയന്തരാവസ്ഥയുടെ കാര്യമൊക്കെ ഇവർ പറയും. ഒറ്റപ്പെട്ട അപവാദങ്ങൾ മാത്രമായിരുന്നു മോഡിക്ക് മുമ്പ് വാജ്പേയി അടക്കമുള്ള ആളുകളൊക്കെ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്തുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അത് സാമാന്യവൽക്കരിക്കപ്പെടുകയാണ്. എവിടെയാണോ പ്രതിപക്ഷമുള്ളത് അവിടെ വെള്ളം കുടിപ്പിക്കാൻ ഒരാളെ അങ്ങ് പറഞ്ഞേക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയവും ശൈലിയും. അതുകൊണ്ട് ഒരു കാലിലെ മന്ദം മറ്റൊരു കാലിലേക്ക് മാറുമെന്നതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ അത്ഭുതം പ്രതീക്ഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും ഗവർണർമാർ അവരുടെ മനസ്സാക്ഷിക്കനുസരിച്ച് നിയമവിധേയമായി പ്രവർത്തിക്കാൻ തുനിഞ്ഞാൽ ഉടനടി കേന്ദ്ര ഗവൺമെന്റ് അവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റും. അവരിൽ അർപ്പിതമായ ദൗത്യം അലമ്പുണ്ടാക്കുക, അലങ്കോലപ്പെടുത്തുക എന്നുള്ളതാണ്. ആ നിർഭാഗ്യവാന്മാർ തങ്ങൾക്ക് ലഭിക്കുന്ന സൗകര്യങ്ങളൊക്കെ നുണഞ്ഞ് അത് ചെയ്യും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനപ്പുറത്തൊന്നും ഒരു പ്രതീക്ഷയും കൃത്യമായി മുൻവിധികളുണ്ട്, അതേ നടക്കൂ എന്നുള്ളതാണ് താങ്കൾ പറയുന്നത്. ശ്രീ KVS ഹരിദാസ്, ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ നിങ്ങളുടെ തന്നെ പ്രമുഖ നേതാവായിരുന്ന വെങ്കയ്യ നായിഡു കൊടുത്തിട്ടുള്ള അഭിമുഖമുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിഷമം നിറഞ്ഞ സന്ദർഭം ഏതായിരുന്നു ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ ഉപരാഷ്ട്രപതിയായപ്പോൾ BJP അംഗത്വം ഒഴിയേണ്ടി വന്നു. എൻ്റെ രാഷ്ട്രീയ ബന്ധം അവസാനിപ്പിച്ചപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടായതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ നാട്ടിൽ ഉള്ള ഒരു പൊതുസങ്കല്പം എന്ന് പറയുന്നത് ഉയർന്ന ഭരണഘടനാ പദവികളിൽ, അതായത് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർ തുടങ്ങിയ പദവികളിലൊക്കെ ഇരിക്കുമ്പോൾ പിന്നെ പ്രത്യക്ഷ രാഷ്ട്രീയത്തിലേക്ക്, പ്രത്യക്ഷ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ വഴക്കുകളിലേക്ക് പോവാതിരിക്കുക, അവർ ഏറ്റവും ഉയർന്ന സ്ഥാനം വഹിക്കുന്നു, ആ സ്ഥാനത്തോട് നീതി പുലർത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ഗവർണർ എന്ന് പറഞ്ഞാൽ സാധാരണ നിലയിൽ തെരുവിലിറങ്ങി രാഷ്ട്രീയം കളിക്കേണ്ട ആളല്ല. ഉയർന്ന ഭരണഘടനാ പദവി വഹിക്കുന്ന ഈ സംസ്ഥാനത്തിൻ്റെ തലവൻ, ആലങ്കാരികമായി സംസ്ഥാനത്തിൻ്റെ തലവനാണ്. രാഷ്ട്രപതി ഈ രാഷ്ട്രത്തിൻ്റെ തലവൻ അല്ലെങ്കിൽ തലവയാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള ബഹുമാനം അർഹിക്കുന്ന ആളുകൾ കേവല രാഷ്ട്രീയം കളിക്കാതിരിക്കുക എന്നുള്ളതാണല്ലോ പൊതുസമൂഹം കാംക്ഷിക്കുന്നതും നമ്മൾ ഇത്രയും കാലം ഫോളോ ചെയ്തുകൊണ്ടിരുന്നതുമായ മര്യാദ. അപ്പോൾ അവിടെ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ സ്വാഭാവികമായി ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കമുള്ള ആളുകൾ വിമർശിക്കപ്പെട്ടത്. അല്ല അഭിലാഷേ, ഞാൻ അഭിലാഷ് പറഞ്ഞതിനോട് 100% യോജിക്കുക. ഗവർണർമാർക്ക് രാഷ്ട്രീയം പാടില്ല. ഇപ്പോൾ നൗഷാദ് അലി പറഞ്ഞ പോലെ സർക്കാരിയ കമ്മീഷൻ ഉൾപ്പെടെ 100 കണക്കിന് മാർഗനിർദ്ദേശങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഇവിടെ കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാനെ തെരുവിൽ തടഞ്ഞ് കോവല കത്തിക്കാനും ബഹളം ഉണ്ടാക്കാനും പോയപ്പോൾ സംരക്ഷിക്കാൻ ഒരു പോലീസുകാരൻ പോലും അടുത്തുണ്ടായിരുന്നോ? അങ്ങനെ നെഞ്ചി നിവർത്തി കാറിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നില്ലേ? അദ്ദേഹത്തിൻ്റെ യാത്രയിൽ എല്ലാ സ്ഥലത്തും കുഴപ്പമുണ്ടാക്കാൻ മാർക്സിസ്റ്റുകാരും SFIക്കാരും തെരുവിലിറങ്ങി കുഴപ്പമുണ്ടാക്കിയില്ലേ? ഇതുപോലെ തെരുവിലിറങ്ങി ഗവർണർമാരെ നേരിടാൻ തുടങ്ങിയാൽ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്യല്ലാതെ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ വടിയെടുത്തുകൊണ്ട് ഞങ്ങൾ ഇറങ്ങണോ അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കാൻ? അദ്ദേഹത്തിന് അവസാനം കേന്ദ്ര സേനയുടെ സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെടേണ്ടി വന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇതെങ്ങനെ ഉണ്ടായി? അത് കേരളത്തിലേ ഉണ്ടാകുള്ളൂ. പല സംസ്ഥാനങ്ങളിലും ഗവർണർമാരും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുമായിട്ട് സംഘർഷം ഉണ്ടായില്ലേ? ഈ VCമാരുടെ നിയമനം സംബന്ധിച്ച് ബംഗാളിലും തമിഴ്നാട്ടിലും മറ്റ് പല സംസ്ഥാനങ്ങളിലും വിവാദങ്ങൾ ഉണ്ടായില്ലേ? പക്ഷെ ആ വിവാദങ്ങളിലൊക്കെ അവസാനം സുപ്രീം കോടതിയുടെ വിധി വന്നു.
ഗവർണർമാർ പറഞ്ഞതാണ് ശരിയെന്ന്, അല്ലെങ്കിൽ ചാൻസലർമാർ പറഞ്ഞതാണ് ശരിയെന്ന്. അവിടെ തന്നെയുള്ള അത് പ്രശ്നം. മറന്നുകൊണ്ട് നമ്മളിത് ചർച്ച ചെയ്യാൻ പാടില്ല. ഗവർണർ ചാൻസലർ ആവുന്നത് ഗവർണറുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമായിട്ടല്ല. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറായി ഗവർണർ വരുന്നത് കേരള യൂണിവേഴ്സിറ്റി നിയമം അനുസരിച്ചാണ്. യൂണിവേഴ്സിറ്റികളുടെ സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ചിട്ടാണ് ഗവർണർ ആ സർവകലാശാലകളുടെ ചാൻസലറായി വരുന്നത്. പക്ഷേ ആ പദവിയോട് നീതി പുലർത്താതെ അദ്ദേഹത്തിന്റെ കേവല രാഷ്ട്രീയ താല്പര്യം സർവകലാശാലകളിലേക്ക് ഒളിച്ചു കടത്തിയാൽ വിദ്യാർത്ഥികൾക്കായാലും അധ്യാപകർക്കായാലും പ്രതിഷേധിക്കേണ്ടി വരില്ലേ? അപ്പോൾ വഴിയെ പോകുമ്പോൾ കരിങ്കൊടി കാണിക്കുക, അത് മുഖ്യമന്ത്രിമാരും വലിയ വലിയ നേതാക്കളും ഒക്കെ നേരിട്ടിട്ടുള്ള കാര്യമാണ്. വഴിയെ പോകുമ്പോൾ കരിങ്കൊടി കാണിച്ചാൽ ആ വണ്ടി നിർത്തി ഇറങ്ങി കരിങ്കൊടി കാണിച്ച ആളുകളെ നേരിടാൻ പോവുക, ഉടനെ അവിടെ നിന്ന് ഫോൺ വിളിച്ചിട്ട് അമിത്ഷാജി എന്നൊക്കെ പറയാ. ഇത് ഇമ്മട്ടിൽ തെരുവിൽ ഉണ്ടാക്കിയിട്ടുള്ള ഡ്രാമ. അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, അതൊരു ഭരണഘടനാ സ്ഥാനത്തിന് യോജിക്കുന്നതാണോ എന്ന്. അല്ല അഭിലാഷേ, മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ചപ്പോൾ അവർക്ക് നേരിടേണ്ടി വന്ന ദുരന്തം നമ്മൾ കേരളത്തിൽ കണ്ടിട്ടില്ലേ? കരിങ്കൊടി കാണിക്കേണ്ടത് പ്രതിഷേധത്തിൻ്റെ ഭാഗമാണെന്ന് അഭിലാഷ് പറയുമ്പോൾ അവിടെ എന്താ ഉണ്ടായത്? ഞാൻ അതൊക്കെ പോട്ടെ, എനിക്ക് നൗഷാദ് അലിയുടെ ഗവർണർമാരെ കുറിച്ചുള്ള വിശദീകരണം കേട്ടപ്പോൾ എനിക്ക് പുളകമണിഞ്ഞു ശരിക്കും പറഞ്ഞാൽ. കോൺഗ്രസ്സുകാരുടെ കാലത്ത് ഈ ഗവർണർമാർ ചെയ്ത വൃത്തികേടുകളെക്കുറിച്ച് അദ്ദേഹം ഒരിക്കലെങ്കിലും ഓർത്തിട്ടുണ്ടോ? 1957 EMS പിരിച്ചുവിട്ടതിനെക്കുറിച്ച് എന്താ അദ്ദേഹം പറയുന്നേ? NDRന്റെ ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടിട്ട് അദ്ദേഹം ഡൽഹിയിൽ പോയി സമരം ചെയ്യുമ്പോൾ കൂടെ EMS ഉണ്ടായിരുന്നു അന്ന്. EMS ആയിരുന്നു അന്ന് പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ നേതാക്കന്മാരുടെ ഒരാൾ. ഈ വെങ്കയ്യ നായിഡു ഒക്കെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ആ കാലഘട്ടത്തിലാണ്. തമിഴ്നാട്ടിലെ DMK സർക്കാരിനെ പിരിച്ചുവിട്ടില്ലേ? ഞാൻ സൗത്ത് ഇന്ത്യയുടെ കാര്യങ്ങളാണ്. SR ബോംബെ കേസ് എങ്ങനെയാണ് വന്നത്? ഏതിൻ്റെ പശ്ചാത്തലത്തിലാണ്? ആരാ ബോംബെ ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടത്? കേരളത്തിൽ മാത്രമല്ല, സൗത്ത് ഇന്ത്യ മാത്രമല്ല, ഇന്ത്യ ഒട്ടുക്ക് ജനാധിപത്യ സംവിധാനങ്ങളെ മുഴുവൻ അട്ടിമറിക്കാൻ കൂട്ടുനിന്ന് കശാപ്പ് ചെയ്ത കോൺഗ്രസ്സുകാരാണ് ഇപ്പോൾ ഗവർണർമാരുടെ മഹത്വത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത്. അതിനുള്ള അർഹതയൊന്നും അവർക്കില്ല. ഞങ്ങളിപ്പോഴും പറയുന്നു, ഗവർണർമാർ മാന്യമായിട്ട് ഭരണഘടനാനുസൃതമായിട്ട് തന്നെ പ്രവർത്തിക്കണം, രാജ്ഭവൻ്റെ മഹത്വം കാത്തു സൂക്ഷിക്കണം. പക്ഷെ അത് ഗവർണർമാർ മാത്രം വിചാരിച്ചാൽ പറ്റൂല. ഗവൺമെൻറ് വിചാരിക്കണം, ഗവൺമെൻറ് അതിനൊപ്പം നിൽക്കണം, ഗവൺമെൻറ് മാന്യമായിട്ട് ഇടപെടണം, ഗവൺമെൻറ് അന്തസ്സോട് കൂടിയിട്ട് പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ തയ്യാറാവണം. തോന്നിയവാസം കാണിച്ചിട്ട് മുന്നോട്ട് വന്നിട്ട് കാണുന്ന കടലാസിൽ മുഴുവൻ ഒപ്പിട്ട് കൊടുക്കണം ഗവർണർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടന്നെന്ന് വരില്ല. അദ്ദേഹത്തിൻ്റെതായ നിലപാടുകളുണ്ടാവും. ആ നിലപാടുകൾ ഭരണഘടനാനുസൃതമാണ്, അല്ലാതെ രാഷ്ട്രീയ നിലപാടല്ല. അങ്ങനെ അതിനെ ചിത്രീകരിക്കുകയും വേണ്ട. ശരി, ശ്രീ വി വസീഫ്, രാജ്യവ്യാപകമായി പല സംസ്ഥാനങ്ങളിലും ഗവർണർ സർക്കാർ പോരുണ്ട്. അത് പശ്ചിമ ബംഗാളിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, ബാക്കിയുള്ള NDA ഇതര സംസ്ഥാനങ്ങളിലുണ്ട്. നിയമ പോരാട്ടങ്ങൾ പലതും നടക്കുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ നിയമസഭ പാസാക്കിയ, അതായത് ജനങ്ങളുടെ മാൻഡേറ്റുള്ള നിയമസഭ പാസാക്കിയ നിയമങ്ങൾ അംഗീകാരം കിട്ടാത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്. അപ്പോൾ ഒരു ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് മുഖ്യം. നിശ്ചയമായും രാഷ്ട്രീയമായി ഗവർണർ പദവിയെക്കുറിച്ച് CPM-നും LDF-നും കോൺഗ്രസിനും ഒക്കെ വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. അതിനപ്പുറത്ത് ഈ സിസ്റ്റം റൺ ചെയ്യുക എന്നുള്ളതിനായിരിക്കുമോ പ്രയോറിറ്റി? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണല്ലോ ചെയ്യുക. ഏത് ഗവൺമെൻറ് ആയാലും നമ്മൾ എങ്ങനെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് ആലോചിക്കുക. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് നിയമപരമായി ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോവുക. ഇവിടെയും നമ്മളത് കണ്ടു. ഈ ഒരു ഗവർണറെ എത്ര പ്രയാസപ്പെട്ട സഹിച്ചത്. അങ്ങനെ സഹിച്ച് ഇപ്പോൾ നിങ്ങൾ തന്നെ കുറേ കാര്യങ്ങൾ സൂചിപ്പിച്ചു, നമ്മൾ കണ്ടതാണ്. SFIക്കാരെ യൂണിവേഴ്സിറ്റിയിൽ വെല്ലുവിളിച്ചു എന്ന് മാത്രമല്ല, പുറത്തൊരു ബാനർ എഴുതി വെച്ചത് അയക്കാൻ ഇദ്ദേഹം കാറിൽ നിന്ന് അങ്ങ് ഇറങ്ങുക. ഈ സാഹചര്യമൊക്കെ ഉണ്ടാക്കുക ഇയാൾ ബോധപൂർവം. എന്നിട്ട് അവസാനം നമ്മൾ ആ സിനിമയിൽ കൊച്ചിൻ ഹനീഫയും മറ്റേ മാമുകോയൊക്കെ നടക്കുന്നത് പോലെ ഒരു സിനിമയിൽ ഒരു രംഗമുണ്ട്, ഞങ്ങളോട് കളിക്കാൻ ആരുണ്ട് എന്നൊക്കെ ചോദിച്ച് കത്തിയെടുത്തൊരു നടത്തമുണ്ടല്ലോ. അതുപോലെ ഒരു നടത്തം ഈ മുട്ടായി തെരുവിലൂടെ നടക്കുക. അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ മുട്ടായി തെരുവിലൂടെ അങ്ങനെ ജനങ്ങൾക്കിടയിലൂടെ നടന്നപ്പോൾ? ഈ കേരളത്തിലെ ജനങ്ങളാരും അദ്ദേഹത്തെ അങ്ങനെ ഒന്നും തടയാൻ പോകുന്നില്ല. ഒരു DYFI SFI ഒന്നുമില്ല. പക്ഷെ നമ്മുടെ പ്രതിഷേധവും പ്രക്ഷോഭവും അറിയിച്ചിട്ടേ ഉള്ളൂ. കാരണം എന്താ? സ്വാഭാവികമാണ്. ഇദ്ദേഹം ചെയ്യുന്ന പ്രവർത്തികൾക്കെതിരെയുള്ള പ്രതിഷേധമാണ് അറിയിച്ചത്. അതിന് അദ്ദേഹം തിരിച്ചു ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതല്ലേ. എത്ര വിരോധാഭാസമാണ്, എത്ര അപമാനിതനായിട്ടാണ് അദ്ദേഹം പെരുമാറിയത് ഈ നാട്ടിൽ. അതോടൊപ്പം ഇദ്ദേഹത്തിന് കൃത്യമായ നിർദ്ദേശം പലതും RSSന്റെ ഭാഗത്തുനിന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾക്ക് പരിശോധിക്കേണ്ടത് തന്നെയാണ്. കാരണം അത് ഉള്ളതുപോലെ തന്നെ ഇടപെട്ടത്. കാരണം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ പുറത്ത് പ്രതിഷേധവും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്പോരും ഒക്കെ കണ്ടു.
പക്ഷെ ഗവർണർ ഉദ്ദേശിച്ചത് നടത്തിയിട്ടുണ്ട്. കേരളത്തിലെ വിവിധ സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരുടെ കസേരകളിൽ ഇപ്പോൾ ആരാണ് ഇരിക്കുന്നത്, എന്താണ് അവരുടെ പശ്ചാത്തലം, അതേക്കുറിച്ചൊരു യുവജന നേതാവ് എന്നുള്ളതിൽ താങ്കൾക്ക് നല്ല ബോധ്യം ഉണ്ടാവുമല്ലോ. പണ്ടൊക്കെ യൂണിവേഴ്സിറ്റികൾ എങ്ങനെയാണ് ഭരിച്ചിരുന്നത്, ഇപ്പോൾ യൂണിവേഴ്സിറ്റികൾ എങ്ങനെയാണ് ഭരിക്കപ്പെടുന്നത്, ഗവർണർ എന്ത് തീരുമാനിച്ചോ നടത്തിയിട്ടുണ്ട്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ തൊട്ടടുത്ത് ഞങ്ങളുടെ നാട്ടിലെ കാലിക്കറ്റ് സർവകലാശാല, ആ സർവകലാശാലയിലെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തപ്പോൾ 9 പേരെ നോമിനേറ്റ് ചെയ്യുക RSSകാരെ. ബാക്കി 6 പേരാരാ? ഇവരാ UDF-ഉം. 6 ബാക്കി 7 പേരെ UDF-ഉം ആണ്. അതിൽ 3 ലീഗ്, 4 കോൺഗ്രസുമാണ്. ഞാൻ അത്ഭുതപ്പെട്ടത് കൊണ്ടോട്ടിയിലെ ഒരു ലീഗുകാരനുണ്ട്, എന്നെ കരീം. അതുപോലെ നിങ്ങൾക്കറിയാം ഈ TPM സഹീർ MLA ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ മകൻ TPM ആഷിർ, കോൺഗ്രസ് നേതാക്കന്മാർ. ഇവരൊക്കെ ഈ സെനറ്റിലേക്ക് വരികയാണ്. ആരാ നോമിനേറ്റ് ചെയ്യണം? ഇദ്ദേഹം നോമിനേറ്റ് ചെയ്യുക. ഈ പേരുകൾ എങ്ങനെയാണ് കിട്ടുന്നത്? ഞാനിതിവിടെ സൂചിപ്പിക്കാനുള്ള കാരണം, ഈ ഒരു സർവകലാശാലയുടെ ഈ അധികാരത്തെയൊക്കെ തകർക്കാൻ പിൻവാതിലിലൂടെ RSSനെ കയറ്റി കൊണ്ടുവരാൻ UDF-ഉം കോൺഗ്രസും ഒക്കെ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഗവർണറുടെ പേരിൽ ആര് വരില്ല? ഈ NA കരീമും അതുപോലെ തന്നെ ഈ TPM സാഹിർ MLA-യുടെ മകനും ഉൾപ്പെടുന്ന UDF-കാർ വരില്ല, ലീഗും കോൺഗ്രസും വരില്ല. അവരെ കയറ്റിയിരുത്തുക. എന്നിട്ട് സർവകലാശാലയുടെ സെനറ്റിൽ നിന്ന് സിൻഡിക്കേറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു RSSകാരൻ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിൽ ജയിച്ചു വരിക. പിൻവാതിലിലൂടെ ഈ സർവകലാശാലകളുടെ തലപ്പത്തേക്ക് RSSകാരെ തിരികെ കയറ്റാൻ എന്താണ് മാർഗം എന്ന് ആലോചിച്ച് അതിന് വേണ്ടവരെ കൂടെ കൂട്ടി ഇവര് ഓപ്പറേഷൻ നടത്തുന്നു. അതാ ഇവിടെ കണ്ടത്. അത് ശരി തന്നെയാണ്. പക്ഷേ അതിന്റെ മുമ്പിൽ നമ്മൾ അത് നടന്നല്ലോ എന്നാണ്. ഇപ്പോ ഈ പുതിയ സെനറ്റിനെ നോമിനേറ്റ് ചെയ്തപ്പോ SFI അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞു? ചാൻസലർ ഈ സെനറ്റിനെ ഞങ്ങൾ അനുവദിക്കില്ല. അപ്പൊ ആദ്യത്തെ സെനറ്റ് യോഗം ചേരാൻ വേണ്ടി സെനറ്റ് ഹാളിലേക്ക് ഈ പുതിയതായി നോമിനേറ്റ് ചെയ്യപ്പെട്ട ആളുകൾ വന്നപ്പോൾ SFI തടഞ്ഞു. ഇപ്പോൾ ചാനലുകളിലൊക്കെ ലൈവായിരുന്നു. പുതുതായി സെനറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ SFI സെനറ്റ് ഹാളിനകത്തേക്ക് കയറ്റിയില്ല. വലിയ പ്രക്ഷോഭം. അത് കഴിഞ്ഞ് എന്തൊക്കെ നടന്നു? അത് കഴിഞ്ഞ് സെനറ്റ് നടന്നു. താങ്കൾ പറഞ്ഞതുപോലെ സിൻഡിക്കേറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. കൃത്യമായും സംഘപരിവാറിന്റെ പ്രതിനിധികൾ ആ സിൻഡിക്കേറ്റിനകത്തുണ്ട്. ഇപ്പോൾ എൻ്റെ സുഹൃത്തായ ഒരു സിൻഡിക്കേറ്റ് അംഗം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ കാണാറുണ്ട്. അപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയിലെ സനാതന ധർമ്മപീഠം ചെയറിൽ RSSന്റെ കേസരി വാരികയുടെ പ്രചരണ ഉദ്ഘാടനം വലിയ ഡിഗ്നിറ്ററീസ് ഒക്കെ പങ്കെടുത്ത് നടക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. ഞങ്ങളിതിപ്പോൾ തടയും എന്ന് പറയുന്നതല്ലാതെ ഗവർണർ എന്തുദ്ദേശിച്ചു അതൊക്കെ നടന്നിട്ടുണ്ട് അവിടെ. അല്ല അഭിലാഷേ, നമ്മളൊരു പ്രക്ഷോഭത്തെ കാണുമ്പോൾ, ആ സമരത്തെ മുന്നോട്ട് വെക്കുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഗവർണറെ തടയും, ഗവർണറെ പുറത്തിറക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ നമ്മൾ പറയും. നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യും. അതിൻ്റെ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. അത് ഒരു രാഷ്ട്രീയ സമരമാണ്. ഇതൊരു ഗറില്ല സമരമായി കാണണം എന്നല്ലല്ലോ നമ്മൾ ആഗ്രഹിക്കുക. അങ്ങനെ അല്ലല്ലോ, ഒരു ജനാധിപത്യ സംവിധാനമല്ലേ. പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ടത്, ഞങ്ങൾ ഈ മുദ്രാവാക്യം, ശരിയായ മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് RSSനെ ചെറുക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ RSSന്റെ എല്ലാ പിന്തുണയും വാങ്ങിക്കൊണ്ട് UDF-കാർ ഈ സെനറ്റിൽ കയറിക്കൂടി. അവരപ്പോൾ സ്വാഭാവികമായിട്ടും RSSനെ ചെറുക്കുന്ന കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് എന്ന് അഭിപ്രായം പറയുന്നവർ. ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പ്രമേയം നിയമസഭയിൽ പാസ്സാക്കുമ്പോൾ UDF ഉണ്ടായിരുന്നു, പിന്തുണച്ചിരുന്നു. അതിനെതിരെയും ഗവർണർ സംസാരിച്ചപ്പോൾ നമ്മൾ അതിനെതിരെ ഒറ്റക്കെട്ടായി പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സർവകലാശാലകളുടെ കാര്യം എത്തിയപ്പോൾ RSSകാരോടൊപ്പം നോമിനേറ്റ് ചെയ്യപ്പെടുന്നു ആര്? UDF-കാർ, മുസ്ലിം ലീഗുകാർ, കോൺഗ്രസുകാർ. ഒരക്ഷരം മിണ്ടിയിട്ടില്ല. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ സിൻഡിക്കേറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാൻ RSSന് അവസരം ഉണ്ടാക്കി കൊടുത്തു ആര്? UDF. ഇതാ സാഹചര്യം. അതിന് അവർ കൂടി സൗകര്യപ്പെടുത്തി കൊടുത്തു. ഞങ്ങൾ നിരന്തരമായി അതിനെതിരെ നിയമ പോരാട്ടവും സമരങ്ങളും ഒക്കെയായി മുന്നോട്ട് പോകുന്നു. ഇപ്പോഴും കേസുകൾ നടന്നുകൊണ്ടിരിക്കുക. ഈ സാഹചര്യമുണ്ട്. അതല്ലേ നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ശക്തമായ നിലപാട് ഈ വിഷയത്തിലൊക്കെ ഞങ്ങൾ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, എടുത്തുകൊണ്ടേ ഇരുന്നിട്ടുണ്ട്. ശരി, ഓക്കെ. ഇവിടെ നോക്കൂ, ഇപ്പൊ ഒറ്റ കാര്യം മതി. KP നൗഷാദ് അലി, ഇപ്പൊ ആരിഫ് മുഹമ്മദ് ഖാൻ എന്തു ചെയ്തില്ല, പ്രത്യയശാസ്ത്ര തർക്കങ്ങൾക്കപ്പുറത്ത് നമ്മൾ ആക്ഷൻസ് പരിശോധിച്ചിട്ട് ഇപ്പോൾ എന്ത് നടക്കുന്നു എന്ന് ആലോചിച്ചാൽ, UDF ഭരിക്കുന്ന കാലത്ത് കേരളത്തിലെ സർവകലാശാലകളിൽ UDFന് താല്പര്യമുണ്ടായിരുന്ന ആളുകളാണ് വൈസ് ചാൻസലർമാരായി വന്നിട്ടുള്ളത്. അതിൽ അധ്യാപക സംഘടനാ മുൻ നേതാക്കൾ മുതൽ അക്കാഡമിക രംഗത്ത് UDFന് താല്പര്യമുള്ള ആളുകൾ വന്നിട്ടുണ്ട്. LDF ഭരിക്കുന്ന സമയത്ത് LDFന് അക്കാദമിക രംഗത്ത് താല്പര്യമുള്ള ആളുകളെയാണ് വൈസ് ചാൻസലർമാരായി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ പുതുതായി
VC-മാരാവുന്നവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ്? വളരെ സജീവമായ രാഷ്ട്രീയ പശ്ചാത്തലമുള്ളവർ മുതൽ രാഷ്ട്രീയ അനുകൂല അവസ്ഥ ഉള്ളവർ വരെ. ഇപ്പോൾ ഭരിക്കുന്ന മുന്നണിയുടെ രാഷ്ട്രീയം പ്രതിഫലിപ്പിക്കുന്നവരല്ല ഇപ്പോൾ വൈസ് ചാൻസലർമാരുടെ പദവിയിലിരിക്കുന്നത്, യൂണിവേഴ്സിറ്റികൾ നിയന്ത്രിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി സംവിധാനത്തെ വളരെ അനായാസം ഒരു ഗവർണർ നിന്ന് പിടിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. അത് നിങ്ങളൊക്കെ നോക്കി നിൽക്കുകയാണ്. നിങ്ങൾ എന്ന് പറഞ്ഞാൽ UDF-ഉം LDF-ഉം നോക്കി നിൽക്കുകയേ വഴിയുള്ളൂ എന്ന് തെളിയിച്ചതിന് ശേഷമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിലേക്ക് പോകുന്നത്. അപ്പോൾ ഇനി വരുന്ന ഗവർണർക്ക് അതിന്റെ ബാക്കി അങ്ങ് നടത്തിയാൽ മതി. അഭിലാഷ, ആ കാര്യത്തിലൊന്നും യാതൊരു തർക്കവുമില്ല. ഇത്തരത്തിലുള്ള ഒരുപാട് ഭരണഘടനാ ലംഘനങ്ങൾ സംസ്ഥാന നിയമസഭയിൽ ഏത് പാർട്ടി ഭരിച്ചാലും ഞാൻ ഇതിൻ്റെ ഇടയിലൊന്നും ഈ പറഞ്ഞ നിലവാരം കുറഞ്ഞ രാഷ്ട്രീയം കടത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊരു ഉന്നത നിലവാരം പുലർത്തി ചർച്ച ചെയ്യേണ്ട ഭരണഘടനാപരമായ ഒരു വിഷയമാണ്. ഈ വസീഫൊക്കെ പറയുന്നത് കേട്ടാൽ അതിന് മറുപടി പറയാൻ നിന്നാൽ ഇതിൻ്റെ ഒരു ഡെക്കോറം പോകുമെന്നുള്ളതുകൊണ്ട് ഞാൻ വല്ലാതെ അതിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം ഇവിടെ വളരെ കൃത്യമായിട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ട ചില പ്രയോറിറ്റികളുണ്ട്. ഗവർണർമാരെ സംബന്ധിച്ചിടത്തോളം ആരിഫ് മുഹമ്മദ് ഖാൻ ഇത്തരത്തിലുള്ള വലിയ അട്ടിമറി പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അത് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് അവർ മുന്നോട്ട് വെക്കുന്ന നിയമനിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബില്ലുകൾ അത് തടഞ്ഞു വെക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈ ഗവർണർ ആരാന്നാണ് ഞാൻ ആലോചിച്ചു പോകുന്നത്. ഒരു സംസ്ഥാനത്തെ ജനങ്ങളുടെ ഒരു ഭാഗധേയത്തെ, അതിൻ്റെ ഒരു പ്രതീകത്തെയാണ് അദ്ദേഹം ഗവർണർ എന്ന പദവിയിലിരുന്നു കൊണ്ട് മറക്കടമുഷ്ടി കാണിച്ച് തടയുന്നത്. അതിന് സംസ്ഥാന സർക്കാർ BJP-യുടേതാണെങ്കിൽ പോലും നമ്മളുടെ നിലപാടിനൊരു മാറ്റമൊന്നുമില്ല. പണ്ട് കോൺഗ്രസ് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവകാശമുണ്ട് എന്ന മട്ടിലാണ് ഇവിടെ KVS ഹരിദാസ് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ഞാൻ വിമർശനം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറയുക അടിയന്തരാവസ്ഥയും ചില ഗവൺമെൻറ്റുകളെയൊക്കെ പിരിച്ചുവിട്ട പശ്ചാത്തലമൊക്കെ ആയിരിക്കുന്നു. അപ്പോൾ ആ ഗവൺമെൻറ്റുകളൊക്കെ പിരിച്ചുവിടുമ്പോൾ അന്നത്തെ ഹിന്ദു മഹാസഭയുടെയും ജനസംഘത്തിൻ്റെയൊക്കെ നിലപാട് എന്തായിരുന്നു എന്ന് അദ്ദേഹം ഒന്ന് ചെകഞ്ഞു നോക്കിയാൽ മതി, ഇപ്പോൾ ഇതൊക്കെ പറയാൻ അർഹതയുണ്ടോ എന്നറിയാൻ. അന്ന് ഈ 16ാം ലോക്സഭ നിലവിൽ വരുന്നതിൻ്റെ മുമ്പ് ഇതൊരു ഒറ്റപ്പെട്ട കാര്യം മാത്രമായിരുന്നു. എന്നാൽ ഇന്നത് സാമാന്യവൽക്കരിക്കപ്പെട്ട, അതല്ലാതെ നടക്കില്ല എന്നൊരു സ്ഥിതി വന്നു. അങ്ങനെ ഒരു മാറ്റം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നമുക്കൊരു ഇടതുപക്ഷത്തിൻ്റെ, പ്രത്യേകിച്ച് CPM-ൻ്റെ ഒരു നിലവാരവും പരിശോധിച്ചാൽ അവരെവിടെയെങ്കിലും ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ജനാധിപത്യത്തിൻ്റെ ഒരു നേരിയ ഉച്ഛ്വാസ നിശ്വാസങ്ങൾക്ക് പോലും ഇടമില്ലാത്ത വിധം ഏകപക്ഷീയമായി സ്വജനപക്ഷപാതിത്വം നടത്തി അവിടെ കായിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് കൈകാര്യം ചെയ്തു പോകുന്ന രീതികളാണ് അവർ പുലർത്തിപ്പോരുന്നത്. അത് അവരുടെ ഒരു വർഗ സ്വഭാവമാണ്. അവരിപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ SFI ഒക്കെ പിരിച്ചുവിടേണ്ടി വരികയാണ്. അത്തരത്തിലുള്ള ആളുകളുടെ ചെയ്തിയെ ആരിഫ് മുഹമ്മദ് ഖാൻ അട്ടിമറിക്കുമ്പോൾ ചില നിഷ്പക്ഷ മതികൾക്കെങ്കിലും ഇതൊരു നീതിപൂർവകമായ ഒരു നടപടിയാണല്ലോ എന്നൊരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്. അതിന് സമ്പൂർണ്ണമായ ഉത്തരവാദികൾ ഈ പറഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ്റും CPM-ൻ്റെ ഇത്തരത്തിലുള്ള വർഗ സ്വഭാവമാണ്. അവർക്ക് ഈ ജനാധിപത്യത്തിലൊന്നും ഒരു വിശ്വാസം ഉണ്ടാവില്ല. അവർ ദുർബലരാകാത്ത ഇടങ്ങളിലൊക്കെ അവർ ശക്തരായിരിക്കും. അവർക്ക് ജനാധിപത്യത്തിന് ആവശ്യമില്ല. ദുർബലരാകുമ്പോൾ അവരിതിൻ്റെ വലിയ മാനവികതയുടെ വക്താക്കളാവും. അതാണ് CPM-ൻ്റെ ശൈലി. അവരിങ്ങനെ കുളമാക്കി കിടന്നിരുന്ന ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികളിലും ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ചില ഇടപെടലുകൾക്ക് ഈ സംഘ് പരിവാർ അല്ലാത്ത ഇടങ്ങളിൽ നിന്ന് പോലും കയ്യടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം CPM-ൻ്റെ ശൈലിയും ചെയ്തിയുമാണ്. അതൊന്നും ഗവർണർമാരുടെ ഇത്തരത്തിലുള്ള ഒരു ജനാധിപത്യത്തെ ഓവർ റൂൾ ചെയ്യുന്നതിനുള്ളൊരു ന്യായീകരണമാവുകയില്ല. ഞാൻ ആ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ചർച്ചയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യ രാജ്യത്തെ ഗവർണർമാരെ സംബന്ധിച്ചിടത്തോളം അവരെ കേവലം രാഷ്ട്രീയ ചട്ടുകങ്ങളാക്കി ഇതങ്ങ് കൈകൊണ്ട് നേരിട്ട് പറിക്കാൻ പറ്റാത്തതിനെ തോട്ടികൊണ്ട് പറിക്കുന്ന രീതി പോലെ തോട്ടികളാക്കി മാറ്റിയ, തോട്ടി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഉയരത്തിലുള്ളത് പറിക്കുന്ന മരം കൊണ്ടുള്ളൊരു ഉപകരണം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് വേറെ അർത്ഥത്തിലേക്ക് പോകരുത്. അത്തരം ഒന്നാക്കി മാറ്റിയ ഒരു കേന്ദ്ര സർക്കാരാണ് ഭരിക്കുന്നത്. അവർ പുതിയൊരാളെ കൊണ്ട് വന്നാൽ അദ്ദേഹം മുമ്പ് പോയവനേക്കാൾ, ഞാൻ കടുക്കനിട്ടവനേക്കാൾ കേമമാണ്, അടുത്ത ആടയാഭരണം അണിഞ്ഞവൻ എന്ന മട്ടിൽ പെരുമാറാൻ ശ്രമിക്കും എന്നുള്ളതിൻ്റെ അപ്പുറത്ത് നമ്മളിതിലൊന്നും മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ട. ഈ കേന്ദ്രഭരണം എന്ന് അവസാനിക്കുന്നുവോ അതുവരെ ഇതുപോലെയുള്ള പല കലാപരിപാടികളും തുടർച്ചയായിട്ട് നടന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് എൻ്റെ നിരീക്ഷണം. ശരി, ഇവിടെ KVS പല പ്രമുഖരും കേരളത്തിൻ്റെ ഗവർണർമാരായിട്ട് ഇരുന്നിട്ടുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാന് തൊട്ട് മുമ്പ് തന്നെ 3 തവണ ഡൽഹി മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് ഷീല ദീക്ഷിത് കേരളത്തിന്റെ ഗവർണറായി വന്നത്. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ കസേരയിൽ ഇരുന്നതിന് ശേഷമാണ് P സദാശിവം കേരളത്തിന്റെ ഗവർണറായി വന്നിട്ടുള്ളത്. സമീപകാലത്തെ ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. പക്ഷെ അവരാരും ചെയ്യാത്ത ചില കാര്യങ്ങൾ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തിട്ടുണ്ട്.
ഇപ്പം ഭരണഘടനയും ഗവർണറുടെ അധികാരവും ഒക്കെ എല്ലാ കാലത്തും ഒരുപോലെയാണ്. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു ഡിസ്റപ്ഷൻ നടത്തിയിട്ടുണ്ട്, ഡിസ്റപ്ഷൻ. ആ ഡിസ്റപ്ഷനിൽ നിന്ന് അവിടെ നിന്നായിരിക്കും പുതിയ ഗവർണറും ആർലേക്കറും മുന്നോട്ട് പോവുക എന്നാണോ താങ്കൾ വിചാരിക്കുന്നത്? അതാണ് വേണ്ടത്. അതായത് ആരിഫ് മുഹമ്മദ് ഖാൻ തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കൽ, അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകലാണ് പുതുതായി രാജ്ഭവനിൽ വരുന്ന ആളുടെ കർത്തവ്യം എന്ന് താങ്കൾ വ്യക്തിപരമായി വിശ്വസിക്കുന്നുണ്ടോ? അല്ല അഭിലാഷ്, ഒരു കാര്യം നമ്മൾ കാണാതെ പോകരുത്. ഞാൻ തർക്കിക്കാനൊന്നുമല്ല, നമ്മുടെ മുമ്പിലുള്ള വസ്തുതകൾ നിരത്തുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ സർവകലാശാലകളെ സംബന്ധിച്ചുള്ള വിവാദമാണ് ഏറ്റവും പ്രധാനം. അതിൽ സുപ്രീം കോടതി വ്യക്തമായ ഉത്തരവ് ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് കൽക്കട്ട ഹൈക്കോടതിയുടെ ഉത്തരവും നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ ചാൻസലർ അദ്ദേഹത്തിന് വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ സ്വതന്ത്രമായ അധികാരങ്ങളുണ്ട് എന്നാണ് പറഞ്ഞിരിക്കണേ. അത് സുപ്രീം കോടതി ശരിവച്ചിട്ടുണ്ട്. രവീന്ദ്രൻ കേസിൽ, നമ്മുടെ കണ്ണൂർ സർവകലാശാലയിലെ കേസിൽ പോലും അത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ വ്യക്തമാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. റിട്ടൺ ലോ ഉണ്ട് ഇവിടെ നമ്മുടെ മുമ്പിൽ. UGCയുടെ നോമിനി ഉണ്ട്, സെനറ്റ് കൊടുക്കുന്ന ഒരു നോമിനി ഉണ്ട്, ചാൻസലറുടെ നോമിനി ഉണ്ട്, 3 പേര് ഉൾപ്പെടുന്ന സെർച്ച് കമ്മിറ്റി. ഇപ്പം കേരളത്തിലെ പ്രശ്നം എന്താ? UGCയുടെ നോമിനിയെ കൊടുത്തിട്ടുണ്ട്, ചാൻസലറുടെ നോമിനി ഉണ്ട്, സെനറ്റ് ആളെ കൊടുക്കുന്നില്ല. സെനറ്റ് ആളെ കൊടുക്കാത്തത് കൊണ്ടല്ലേ ഇപ്പോൾ ഈ ഒരു സർവകലാശാലയിലും സ്ഥിരമായിട്ട് VC-മാരെ വയ്ക്കാൻ പറ്റാതെ പോയത്? അവർ ഈ ഇടതുപക്ഷ സർക്കാർ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി അവിടുത്തെ സെനറ്റ് മെമ്പർമാരോട് ഒരാളെ കൊടുക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ അവർ നിർദ്ദേശിക്കുന്ന 3 പേരിൽ നിന്ന് ഒരാളല്ലേ VC ആയിട്ട് വരുള്ളൂ. അതെന്താ ഇവർക്ക് തോന്നാത്തെ? ഇപ്പോൾ ഗവർണർക്ക് ഫ്രീ ഹാൻഡ് കൊടുത്തിരിക്കുന്നത് ആരാ? യഥാർത്ഥത്തിൽ ഇവരുടെ വഴിപിഴച്ച നിലപാടുകൾ കൊണ്ടല്ലേ. അത് നമുക്ക് കാണാതെ നിരീക്ഷിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇനി നാളുകളിൽ രാഷ്ട്രീയ ഇടപെടലുകൾ VC-മാരുടെ നിയമനത്തിൽ പാടില്ല എന്നല്ലേ സുപ്രീം കോടതി പറഞ്ഞതിൻ്റെ അർത്ഥം? UGCയുടെ ഗൈഡ് ലൈൻസും ഏതാണ്ട് അതല്ലേ. UGCയുടെ നിബന്ധനകളെ മറികടന്നുകൊണ്ട് ഇനി രാജ്യത്ത് എവിടെയെങ്കിലും VC-മാരെ നിയമിക്കാൻ കഴിയുമോ? കേരളത്തിലെ ഗവർണർക്കും അതേ പാതകൾ തന്നെ തുടരേണ്ടി വരും ഈ ഒരു വിഷയത്തിൽ. കാരണം UGCയുടെ സഹായം വേണമെങ്കിൽ UGCയുടെ നിബന്ധനകൾ വിധേയമായി പ്രവർത്തിക്കേണ്ടി വരും സർവകലാശാലകൾ. അവിടുത്തെ VC-മാരുടെ നിയമനത്തിൽ ആ വ്യവസ്ഥകൾ പാലിക്കേണ്ടി വരും, ഒരു സംശയം വേണ്ട. അതുകൊണ്ട് ആർലേക്കർ എന്നല്ല ആര് വന്നാലും, ഇന്നിപ്പോൾ ഏത് രാജ്ഭവനിൽ ചെന്നാലും അവർക്ക് നിയമം ഒന്നാണ്. സുപ്രീം കോടതി മുന്നിൽ വച്ചിട്ടുള്ള നിബന്ധനകൾ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നണില്ല ഏതെങ്കിലും ഒരു പുതിയ ഗവർണർ വന്നു എന്നതുകൊണ്ട് കേരളത്തിൽ മാറ്റമുണ്ടാകുമെന്ന്. മാറ്റമുണ്ടാകേണ്ടത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മനസ്സിലാണ്, അവരുടെ ചിന്തയിലാണ്, അവരുടെ നിലപാടിലാണ്. അതുണ്ടാകുമോ എന്നാണ് നമുക്ക് കാണേണ്ടത്. ശരി, അതിൽ ശ്രീ വസീഫ് എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? ഇപ്പോൾ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വർഷം വരാനിരിക്കെ കടുംപിടുത്തവുമായി പോയാൽ അത്ര നല്ല സമീപനം പ്രതീക്ഷിക്കേണ്ട എന്നിരിക്കെ ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ SFIയുടെ പ്രതിഷേധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ ഗവർണർ വന്നിട്ട് അദ്ദേഹം യൂണിവേഴ്സിറ്റി വിഷയങ്ങളിൽ എന്ത് നിലപാടെടുക്കുമെന്ന് അറിയില്ല. അതോ പുതിയ ഗവർണർ വന്നിട്ട് തീരുമാനം എടുക്കുന്നത് വരെ പ്രതിഷേധിക്കാൻ കാത്തിരിക്കുമോ എന്നും അറിയില്ല. എന്തായാലും നിലവിൽ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഗവർണർ മാറി പുതിയ ഗവർണർ വരുന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്ന് വെയിറ്റ് ചെയ്യുകയായിരിക്കുമോ ഇനിയുള്ള പൊളിറ്റിക്കലായുമുള്ള ഓപ്ഷൻ, സർക്കാരിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻ പോലെ തന്നെ? അഭിലാഷേ, യഥാർത്ഥത്തിൽ ഇപ്പോൾ നേരത്തെ നൗഷാദും ഒക്കെ സൂചിപ്പിച്ചു ഗവൺമെൻറ്റിനെ കുറിച്ച്. ഇന്ന് യഥാർത്ഥത്തിൽ ചർച്ചയ്ക്ക് എടുക്കേണ്ട മറ്റൊരു വിഷയം കൂടി ഉണ്ടായിരുന്നു. പൊതുവേ കേരളത്തിലെ ജനങ്ങളും ഇന്ത്യയിലെ ജനങ്ങളും ഒക്കെ ആഗ്രഹിച്ചൊരു വിഷയം. അത് കേരള പോലീസ് ഒരു അഭിമാനകരമായ പോരാട്ടം നടത്തി, അല്ലെങ്കിൽ ഒരു ഇടപെടൽ നടത്തി, ഒരു അന്വേഷണം നടത്തി ആ വെർച്വൽ കുറ്റവാളികളെ, നമുക്കറിയാലോ വെർച്വൽ അറസ്റ്റ് നടത്തി വലിയ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ ഭീഷണി സൃഷ്ടിക്കുന്ന കുറ്റവാളിയെ, ഒരു യുവമോർച്ചക്കാരനെ ബംഗ്ലാദേശ് അതിർത്തിയിൽ പോയി കേരള പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു എന്നുള്ളതാണ്. കേരളത്തിലെ ജനങ്ങൾക്കാകെ അഭിമാനമായി കേരള പോലീസ് മാറി.
ഇത് കേരള ഗവൺമെന്റിന് കീഴിലുള്ള പോലീസ് ആയതുകൊണ്ട് ചർച്ചയ്ക്ക് എടുക്കണ്ട, അല്ലെ പ്രതി യുവമോർച്ചക്കാരനായതുകൊണ്ട് ചർച്ചയ്ക്ക് എടുക്കണ്ട, അല്ലെങ്കിൽ അത് നാടറിയണ്ട എന്നുള്ളതല്ലല്ലോ. ഒരു മണിക്കൂർ ചർച്ച അറിയേണ്ട വിഷയമാണ് ഇത്. കേരളത്തിലെ ഗവൺമെന്റിന്റെ പോലീസിനെ അല്ല ഞാൻ പറഞ്ഞു വരുന്നത്, പോലീസിനെ എല്ലാം സ്വതന്ത്രമായി അന്വേഷണം നടത്താനൊക്കെ വിടുന്നൊരു കാര്യമാണ്. പിന്നെ ഇവര് CPM കുറിച്ചൊക്കെ പറയാ. ഇന്ന് മറ്റൊരു പോസ്റ്റ് ഉണ്ട്, ആരുടെയാ, മറ്റേ നമ്മുടെ ജി ശക്തിധരന്റെ. അഭിലാഷ് വായിച്ചു കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇവരിങ്ങനത്തെ ആരോപണമൊക്കെ ഉന്നയിച്ചിട്ടാണല്ലോ CPM ആക്ഷേപിക്കുക. അല്ല ഞാൻ പറഞ്ഞു വരാം, ഈ ജി ശക്തിധരൻ പറഞ്ഞത് എന്താ, ജനശക്തി എന്ന് പറയുന്ന ഒരു മാസികയിൽ ഇദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ PR വർക്കിന് പണം കൊടുത്തില്ല എന്നുള്ളതാണ്. ആ PR വർക്ക് ചെയ്തു, പക്ഷെ പണം കൊടുത്തില്ല, പണം അണ്ണൻ തരും എന്ന് പറഞ്ഞു മാറി നിന്നു എന്നുള്ളതാണ്. ഇതൊക്കെ കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ സ്ഥിതി. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വലിയ ധാർമ്മികത ഉപദേശിക്കാൻ വേണ്ടി വരരുത്, കോൺഗ്രസ് ദയവ് ചെയ്ത്. പിന്നെ നിങ്ങൾ കോൺഗ്രസ്സുകാരുണ്ടല്ലോ, നിങ്ങൾ ചെയ്ത മഹാകാര്യങ്ങൾ വലിയ, നിങ്ങളിപ്പോൾ പറഞ്ഞു ജനങ്ങളുടെ ഭാഗത്തുനിന്ന് കയ്യടി കിട്ടും, അത് ആ ഗവർണർ ചെയ്യുന്നത് കൊണ്ടല്ല, അത് CPM-നെതിരാണ്. ഞാൻ നേരത്തെ ചോദിച്ചതിന് ഒരു മറുപടി പറ. എങ്ങനെയാണ് ഗവർണർ നോമിനേറ്റ് ചെയ്ത 16-ൽ 7 പേര് നിങ്ങളുടേതായി? എങ്ങനെയായി? ആ 9 പേര് BJP-ക്കാരായി, ബാക്കി നിങ്ങളാണ്. ഞാൻ ചോദിച്ച പേരുകാരെങ്ങനെയാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാന്റെ ലിസ്റ്റിൽ വന്നത്? അതൊരു ഗൂഢാലോചനയാണ്. ഈ VD സതീശനും കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ ഇരുന്ന് ആലോചിച്ചിട്ടാണ് ഈ ലിസ്റ്റ് കൊടുത്തത്. ആ ധൈര്യത്തിൽ കൂടിയാണ് ഗവർണർ ഇവിടെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെട്ടത്. അല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ നിങ്ങളാണ് പിൻവാതിലിലൂടെ RSSകാരന് കാലിക്കറ്റ് സർവകലാശാലയുടെ സിൻഡിക്കേറ്റിലേക്ക് കയറാനുള്ള സൗകര്യമൊരുക്കി കൊടുത്തത്. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, ഈ രാജ്യത്തെ ഗവർണറെ ഉപയോഗപ്പെടുത്തി ഈ എച്ചിൽ എറിഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അങ്ങ് വാരി വിതറി തന്നിട്ട് 1-2 സീറ്റ് തന്നിട്ട് ഈ നാടിനകത്ത് RSSനെ കൊണ്ടുവന്ന് ഇരുത്താനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇവരിലൂടെയൊക്കെ ഈ BJP-യും RSSും ഒക്കെ നടത്തുന്നത്. ആ ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകണം. നിങ്ങളിങ്ങനെ CPM-നെ ആക്ഷേപിക്കാൻ ഇങ്ങനെ മൈക്ക് കെട്ടി നടന്നാൽ പോരാ, കൃത്യമായി കാര്യങ്ങൾ പറയാൻ പറ്റണം. നിങ്ങൾക്ക് പറയാമായിരുന്നല്ലോ, ഈ RSSകാരനായ RSSന്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഈ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിർദ്ദേശത്തിൽ വന്ന ഞങ്ങളുടെ യൂത്ത് ലീഗിന്റെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ സെനറ്റിലേക്കില്ല എന്ന് പറയണ്ടേ? ആർജോ നിങ്ങൾ കാണിച്ചിട്ടില്ലല്ലോ, നിങ്ങൾ കാണിക്കില്ല. കാരണം എന്താണെന്നറിയോ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കിട്ടിയാൽ മതി, അധികാരം മാത്രം മതി, രാഷ്ട്രീയ നിലപാടല്ല നിങ്ങളുടെ പ്രശ്നം. എന്നിട്ട് ഇതിനെ ഒരു ഉന്നതമായ ഒരു ചർച്ചയാക്കി കൊണ്ടുവന്ന് ഞങ്ങൾ ഈ വിഷയം എത്ര കാലമായി ഉന്നയിക്കാൻ തുടങ്ങിയിട്ട്, ഇതേ വിഷയം ഞങ്ങൾ ഇവിടെ പറയുമ്പോഴും നിങ്ങൾ പല സമയങ്ങളിലും ഗവർണർക്ക് പിന്തുണ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത് ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞതാ. പിന്നെ ഇപ്പോ ഞങ്ങൾ പറഞ്ഞു മുൻവിധികൾ വേണ്ട, കാരണം RSSകാരനാണ്. നേരത്തെ കോൺഗ്രസ് ആയിരുന്ന സമയത്ത് കോൺഗ്രസ് ആയിരുന്നു ഗവർണർ. ആ കോൺഗ്രസിന്റെ താല്പര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിലൊന്നും എതിരഭിപ്രായമില്ല നമുക്ക്. ഇപ്പോ ഇതാ ഭരണഘടനയെ പോലും കാറ്റിൽ പറത്തുന്ന തരത്തിലേക്കാണ് ഇവരുടെ ഇടപെടൽ നടത്തുന്നത്. അതിന് ഇന്ത്യയിലെ BJP അല്ലാതെ ആര് ഭരിക്കുന്നു അവിടെയെല്ലാം ഇവർ ഇടപെടുന്നുണ്ട്, അതിന് ഗവർണർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ശരി, അത് തടയണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിനെ ചെറുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ട് വരുന്നതിന് മുമ്പേ അദ്ദേഹം RSSകാരനാണ്, അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് അതൊക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ നല്ല ജാഗ്രതയോടുകൂടി തന്നെ ഇരിക്കും. ഞങ്ങൾ നല്ല ജാഗ്രതയോടുകൂടി നല്ല ശ്രദ്ധയോടുകൂടി ഈ വരുന്ന ഗവർണറെ നോക്കിക്കാണും. ശരി, അല്ലാതെ അദ്ദേഹം വിളിക്കുന്ന അതില്. ശരി, ശ്രീ KP നൗഷാദ് അലി, ഇപ്പോൾ താങ്കൾ പറഞ്ഞു BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ, നോൺ BJP സ്റ്റേറ്റുകളിൽ BJP നിയോഗിക്കുന്ന ഗവർണർമാർ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളെക്കുറിച്ച്. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഇടപെടലുകളെ കുറിച്ച് നമ്മൾ കുറച്ചുകൂടി സവിശേഷമായി നോക്കേണ്ടതില്ലേ? നോക്കൂ, അദ്ദേഹം എല്ലാ കാലത്തും റിബലായിരുന്നു. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന കാലത്ത് റിബലായിരുന്നു. അദ്ദേഹം നമുക്കറിയാം രാജീവ് ഗാന്ധിയുടെ താല്പര്യപ്രകാരമാണ് ആദ്യം ഷബാനു കേസിലെ വിധിക്ക് അനുകൂലമായി നിലപാടെടുക്കുന്നത്. അതിനുശേഷം അതേ സർക്കാർ ആ ഒരു നിയമനിർമ്മാണം നടത്തുമ്പോൾ അതിൽ പ്രതിഷേധിച്ച് രാജിവെച്ച് പോകുന്നു. ഒരു തരത്തിലും അദ്ദേഹം സമവായത്തിന് വഴങ്ങുന്നില്ല. അദ്ദേഹം വളരെ കടുകട്ടിയായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നു. തുടർന്ന് VP സിംഗിനോടൊപ്പം ചേരുമ്പോഴൊക്കെ വ്യതിരിക്തനായ വളരെ സ്റ്റബോൺ ആയിട്ടുള്ള ഒരു നേതാവിൻ്റെ ഒരു റിബലിൻ്റെ ക്യാരക്ടർ വ്യക്തിപരമായി ആരിഫ് മുഹമ്മദ് ഖാനെ സംബന്ധിച്ചുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റെബല്യൻ എന്ന് പറയുന്നത് കുറേയൊക്കെ പേഴ്സണലാണ്. അപ്പോൾ പുതിയ ഒരാൾ വരുമ്പോൾ ആ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം അങ്ങ് മാറില്ലേ? അദ്ദേഹത്തിന് ചില അനിഷ്ടങ്ങളുണ്ട്. എന്നെ കൊല്ലാൻ ഇർഫാൻ ഹബീബ് നോക്കി, ഈ കണ്ണൂർ വെച്ച് ഹിസ്റ്ററി കോൺഗ്രസ് നടന്നപ്പോൾ എൻ്റെ ജീവനെടുക്കാൻ ശ്രമിച്ചു, തുടങ്ങിയതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കുറേയധികം ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിടക്കുന്ന പരാതികൾ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ, ഈ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റിവെച്ച് കഴിഞ്ഞാൽ പുതിയ ഒരാൾ വരുമ്പോൾ കാര്യങ്ങൾ കുറച്ച് സ്മൂത്ത് ആവില്ലേ?
അഭിലാഷ, അങ്ങനെയൊക്കെ സ്മൂത്ത് ആവുകയാണെങ്കിൽ ആവട്ടെ, നമുക്ക് അതിനകത്ത് എതിർപ്പൊന്നുമില്ല. അങ്ങനെ ആവണമെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ ആഗ്രഹം. കാരണം ഗവർണർമാർ അവരുടെ അധികാര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കണം. പക്ഷെ ഞാൻ അതിൽ എൻ്റെ വിലയിരുത്തലുകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ നേരത്തെ ഈ വസീഫ്, ഈ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ RSS വൽക്കരണത്തെക്കുറിച്ച് അദ്ദേഹം ഇവിടെ പറഞ്ഞു. ഞാനതിന് ശരിവെക്കുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ RSS വൽക്കരണത്തിന് വേണ്ടി ശ്രമിച്ചയാളാണ്. പക്ഷേ ആ കാര്യത്തിൽ ആരിഫ് മുഹമ്മദ് ഖാനെ കവച്ചു വെക്കുന്ന മറ്റൊരാൾ കേരളത്തിലുണ്ട്. അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പിണറായി വിജയൻ്റെ RSS വൽക്കരണത്തിൻ്റെ സംഘപരിവാർ പ്രീണനത്തിൻ്റെ മുമ്പിൽ ആരിഫ് മുഹമ്മദ് ഖാൻ മത്സരിക്കാനുള്ള എതിരാളി പോലും അല്ല. കാരണം ഇവിടെ പോലീസ് സമ്പൂർണ്ണമായിട്ട് സംഘപരിവാറിന് തീരെഴുതുന്ന സാഹചര്യം. അജിത് കുമാർമാരും ബെഹ്റമാരും ശ്രീവാസ്തവമാരും സുരേഷ് രാജ് പുരോഹിതമാരും അവർ ഭരിക്കുന്ന, അവർ നയം തീരുമാനിക്കുന്ന, ഇതൊരു UP ആണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ പോലീസ് മുന്നോട്ട് പോവുകയാണ്. എന്ത് ആരോപണം ഉണ്ടായാലും ആ അജിത് കുമാറിൻ്റെ രോമത്ത് തൊടാൻ പോലും ഇവർക്ക് കഴിയുകയില്ല. ഈ വലിയൊരു ആരോപണങ്ങളുടെ നീണ്ട കെട്ടടിച്ചുകൊണ്ട് ഇവരുടെ MLA തന്നെ ആ മുന്നണിയുടെയും പാർട്ടിയുടെയും പടിയിറങ്ങിപ്പോകുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ RSS വൽക്കരണത്തെക്കുറിച്ച് ആശങ്കപ്പെടുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ആരിഫ് മുഹമ്മദ് ഖാനെ കുറിച്ചല്ല, പിണറായി വിജയനെ കുറിച്ച് വേണം ആശങ്കപ്പെടാൻ. ആരിഫ് മുഹമ്മദ് ഖാൻ തുലോം ചെറിയ പ്രവൃത്തിയെ പിണറായി വിജയനെ അപേക്ഷിച്ച് ചെയ്തിട്ടുള്ളൂ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ പോലീസ് പോയിട്ട് ഏതൊരു പ്രതിയെ പിടിച്ചു എന്നുള്ളതാണ് പോലീസിൻ്റെ പണി. അതാണ്. അപ്പം നടാടെ പിടിക്കുമ്പോൾ അത് നിങ്ങൾക്ക് വലിയ കാര്യമായിരിക്കും. അതുകൊണ്ട് ചാനലിൽ വിഷയമല്ലാഞ്ഞിട്ടും അത് കൊണ്ടുപോയി അങ്ങ് ചെലുത്തുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തെ, ഉച്ചക്ക് ഉണ്ണുമെന്ന് പറഞ്ഞാൽ അത് പിന്നെ ദിവസവും ചെയ്യേണ്ട കാര്യമാണ്. അല്ലാതെ അത് അത്ഭുതത്തോടു കൂടി ഒരു ദിവസം പ്രഖ്യാപിക്കേണ്ട, പറയേണ്ട, വെളിപ്പെടുത്തേണ്ട ഒരു കാര്യമൊന്നുമല്ല. പോലീസ് സ്ഥിരമായിട്ട് ചെയ്യേണ്ട ജോലിയാണത്. വല്ലപ്പോഴും ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ആവേശമൊക്കെ കിട്ടുന്നത്. പിന്നെ BJP-ക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സാങ്കല്പിക ചോദ്യം അവരോട് ചോദിക്കുകയാണ്. നാളുകളിൽ ഇവിടെ ഒരു രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുമ്പോൾ BJP-യുടെ ഇംഗിതത്തിന് ആനുപാതികമായിട്ടൊരു രാഷ്ട്രപതി തിരഞ്ഞെടുക്കപ്പെട്ടില്ല. ഒരു പ്രതിപക്ഷ കക്ഷിയിൽപ്പെട്ട ഒരാൾ രാഷ്ട്രപതിയായാൽ നിങ്ങൾ ഈ ചുട്ടെടുക്കുന്ന പാർലമെൻറ്റിലെ ബില്ലൊക്കെ ഒപ്പിടണ്ട എന്ന് രാഷ്ട്രപതി തീരുമാനിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ മനോഭാവം? അപ്പോൾ നിങ്ങൾ ഈ ജനാധിപത്യത്തെക്കുറിച്ച് വാചാലമാവുമല്ലോ. അപ്പോൾ നിങ്ങൾ രാജ്യത്തിൻ്റെ ഭരണഘടനയെക്കുറിച്ച് വലിയ തോതിൽ നിങ്ങൾ വാചോടാപങ്ങൾ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് സംസ്ഥാനങ്ങളിൽ നടക്കുന്നത്. അതത് സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുകയാണ്. നിങ്ങൾക്കത് തോന്നണമെങ്കിൽ നാളെ ഒരു രാഷ്ട്രപതി നിങ്ങളുടെ ഇംഗിതത്തിനെതിരായിട്ട് വരണം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കത് ബോധ്യമാവും. ഇത് വളരെ കൃത്യമായിട്ട് ഈ രാജ്യത്തിൻ്റെ ഒരു സിസ്റ്റത്തെ അട്ടിമറിക്കുകയാണ്. ഞാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായ കാലയളവ് ഓർക്കുകയാണ്. അന്ന് അദ്ദേഹം ഫെഡറൽ വ്യവസ്ഥിതിക്കൊക്കെ വേണ്ടി എടുത്തിട്ടുള്ള നിലപാടുകളും ഉയർത്തിയ ശബ്ദങ്ങളും വാദങ്ങളും ഗവർണർമാർക്കെതിരെയൊക്കെ അദ്ദേഹം പറഞ്ഞതും അവരെ ഉപദേശിച്ചതും ഈ രാജ്യത്ത് ഒരുവിധമുള്ള GST, പിന്നെ FDI, പിന്നെ രൂപയുടെ ഇടിവ്, ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ നയങ്ങൾ പിന്നെ വേറെയായിരുന്നു. ഇന്നത്തെ കാര്യം മറ്റൊന്നാണ്. അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഫെഡറൽ വ്യവസ്ഥിതിക്കൊക്കെ വേണ്ടി രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം അഡ്വക്കേറ്റ് ചെയ്ത മുഖ്യമന്ത്രിമാരിൽ ഒരാളായിരുന്നു ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എന്നാൽ അദ്ദേഹത്തിന് അധികാരം കൈയാളാൻ അവസരം കിട്ടിയപ്പോൾ അത് അദ്ദേഹം സമ്പൂർണ്ണമായിട്ട് ഏകാധിപത്യപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് തത്വങ്ങളിൽ വിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പൊ അദ്ദേഹം പ്രധാനമന്ത്രിയാണ്. അതായിരിക്കാം വ്യത്യാസം. അല്പം സമയമുള്ളൂ. ആദ്യം ശ്രീ വസീഫ്, ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയ സംഖ്യവൽക്കരണത്തെക്കാൾ കൂടുതൽ പിണറായി വിജയൻ നടത്തിയിട്ടുണ്ട്. അതിലൊരു കോമ്പറ്റീഷന് പോലും ഖാൻ അർഹനല്ല എന്ന് പറഞ്ഞതിനുള്ള മറുപടി. അതിനുശേഷം ശ്രീ KVS-ലേക്ക്. അഭിലാഷ്, ഈ കേരളത്തിലെ UDF-ന്റെയും അതേപോലെ തന്നെ അവരെ പിന്തുണക്കുന്നവരുടെയും ഒക്കെ ഒരു ശ്രമം ഇതിനാണ്. ഇപ്പോൾ ഇവർ പോരാത്തത് കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടിയതാണ്. കാരണം പിണറായി വിജയനെ സംഘിയാക്കാൻ മത്സരിക്കുക. ഒരു ഭാഗത്ത് ഇവർ പിണറായി വിജയനെ RSS സുഡാപ്പിയാക്കാൻ മത്സരിക്കുക. അതുകൊണ്ട് തന്നെ നമുക്കറിയാം അദ്ദേഹം മാനവികത ഉയർത്തിപ്പിടിക്കുന്ന, മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ആളാണ് എന്ന്. ഇവിടെ സെൻകുമാറിന് വേണ്ടി വാദിച്ചതും അതിനുവേണ്ടി സുപ്രീം കോടതി പോയതും ഒക്കെ ആരാണ് എന്ന് നമുക്കറിയാം. ഇവരുടെ നിലപാടറിയാം. തൊഗാഡിയയുടെ കേസ് പിൻവലിച്ച UDF-നെയും കോൺഗ്രസിനെയും നമുക്കറിയാം. ഇപ്പോൾ ഞാൻ ഇവരോട് ബി സ്ട്രെയിറ്റ് ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങൾക്കൊക്കെ ചോദിക്കാം, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന RSS-കാരൻ ലിസ്റ്റിൽ എഴുതി കൊടുത്ത കോൺഗ്രസുകാരുടെയും മുസ്ലിം ലീഗുകാരുടെയും പേര് നമ്മൾ കണ്ടതാണല്ലോ, ബോധ്യമുള്ളതാണ്. ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഇങ്ങനെയൊക്കെ കലുഷിതമായ ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഈ RSS-കാരൻ്റെ എച്ചില് എന്തിനാണ് ഈ കോൺഗ്രസും മുസ്ലിം ലീഗും വാങ്ങിയത്? ഈ RSS-കാരനെ സിൻഡിക്കേറ്റിലേക്ക് എത്തിക്കാൻ എന്തിനാണ് ഇവര് പിന്തുണ കൊടുത്തത്? അത് പറയണ്ടേ? അതാ പറയേണ്ടത്. ഈ 9:4:3 എന്ന പാക്കേജ് അല്ലേ ഇവർ മുന്നോട്ട് വെച്ചത്? അതിൽ 9 RSS-കാര്, 4 കോൺഗ്രസ്, 3 മുസ്ലിം ലീഗ് സെനറ്റിലേക്ക് കയറി വന്നതാ. അപ്പൊ ഇവര്
ഊഹങ്ങൾ പ്രചരിപ്പിക്കുകയും യാഥാർത്ഥ്യങ്ങളെ മറച്ചുവെക്കുകയും ചെയ്യുകയാണോ? പിന്നെ നിങ്ങളോട് മാതൃഭൂമിയോട് പറയാനുള്ളത്, നിങ്ങളുടെ ഹെഡിങ് ഞാൻ എൻ്റെ മുമ്പിൽ TV ഇല്ലാത്തത് കൊണ്ട് അത് കണ്ടില്ല, എനിക്കിപ്പോൾ ഒരു സുഹൃത്ത് അയച്ചു തന്നതാ, പോർക്കളത്തിൽ പുതിയ യോദ്ധാവോ എന്ന്. ദയവ് ചെയ്ത് അങ്ങനെ പോകരുത്. ഈ ഗവർണർമാരെ നിങ്ങൾ ഇവിടെ യോദ്ധാക്കന്മാരായിട്ട് അവരോധിക്കരുത്. ഒരാളെ എന്നെ ഉദ്ദേശിച്ചുള്ളൂ. ഏതാണ് യുദ്ധഭൂമിയിൽ പുതിയ ഭടൻ എന്നൊക്കെ ചോദിക്കില്ലേ സിനിമയിൽ? ആക്രോശിക്കുന്ന ഇർഫാൻ ഹബീബിനെ പോലും ക്രിമിനൽ എന്ന് വിളിക്കുന്ന ആള് എങ്ങനെയാണ് ഒരു യോദ്ധാവാകുന്നത്? ഞങ്ങൾ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി പറയുന്നു, രാജ്ഭവന്റെ അകത്തു നിന്ന് പറയേണ്ടത് അർത്ഥവ്യത്യാസത്തിന്റെ പ്രശ്നം തോന്നുന്നു. യോദ്ധാവ് എന്ന് പറഞ്ഞാൽ എന്താ? യുദ്ധം ചെയ്യുന്നവൻ. സർക്കാരിനോട് യുദ്ധം ചെയ്യാൻ പുതിയ ആൾ എത്തുകയാണോ എന്നുള്ളതാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ മഹത്വവൽക്കരണമോ ന്യൂനീകരണമോ ഒന്നും അതിൽ ഉദ്ദേശിച്ചില്ല. സർക്കാരിനോട് യുദ്ധം ചെയ്യാൻ പുതിയ ആൾ എത്തുന്നോ എന്നുള്ളതാണ് താങ്കളുടെ സുഹൃത്തിനോട് പറഞ്ഞു കൊടുക്കൂ. യോദ്ധാവ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് അത്രേ ഉള്ളൂ. ശ്രീ KVS ഹരിദാസ്, ഇപ്പോൾ ഗവർണർമാർ എന്തിനാണ്? ഗവർണർമാർക്ക് ഭരണഘടനാപരമായ ഒരു പദവിയുണ്ട്. ഗവർണർ സർക്കാരിന്റെ തലവനാണ്, സർക്കാരിന്റെ നയപ്രഖ്യാപനം നടത്തേണ്ട ആളാണ്. ഗവർണർമാർ യോദ്ധാക്കളാകേണ്ട കാര്യമുണ്ടോ എന്ന ചോദ്യത്തിൽ നമുക്ക് അവസാനിപ്പിക്കാം. അല്ലെന്നേ, ഗവർണർമാർ അവരുടെ ജോലി ചെയ്യണം, ഭരണഘടനാനുസൃതമായ ജോലി ചെയ്യണം, അത് മാന്യമായിട്ട് ചെയ്യണം. മാന്യമായിട്ടത് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവണം. അവിടെയാണ് CPM-ൻ്റെ നിലപാട് അറിയേണ്ടത്. അവിടെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ് എന്ത് നിലപാടെടുക്കുമെന്ന് മനസ്സിലാക്കേണ്ടത്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം അഭിലാഷേ. ഇപ്പോൾ കേരളത്തിലെ സർവകലാശാലകളുടെ സ്ഥിതി പറഞ്ഞല്ലോ. ഞങ്ങളുടെ ഗവൺമെൻറ് കഴിഞ്ഞ ദിവസം 400 ചില്ലാനും കോടി രൂപ കേരളത്തിലെ യൂണിവേഴ്സിറ്റീസിന് കൊടുത്തു, UGC കൊടുത്തു. ഇവരുടെ ഭരണത്തിന് കീഴിൽ നടക്കുന്ന ഒരു സ്ഥാപനം ഇവിടെയുണ്ട്, കലാമണ്ഡലം. 5-6 മാസമായി ശമ്പളം കൊടുത്തിട്ട്. കല പഠിപ്പിക്കുന്ന സ്ഥലമാണ്, കേരളത്തിൻ്റെ അഭിമാനമാണ്, വള്ളത്തോളിൻ്റെ സ്മാരകം പോലെ നിന്നിരുന്ന സ്ഥാപനമാണ്. അവിടുത്തെ താൽക്കാലിക അധ്യാപകരെ മുഴുവൻ, ജോലിക്കാരെ മുഴുവൻ പിരിച്ചുവിട്ടു. കുട്ടികൾക്ക് ഭക്ഷണത്തിന് വക കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാക്കി. ഈ സ്ഥിതി ഇവരൊക്കെ കൂടി ഉണ്ടാക്കിയതല്ലേ? അവിടെ ഒരു വൈസ് ചാൻസലറെ വച്ചിട്ടുണ്ട്. അവർ വരുന്നത് വല്ല കാലത്തുമാണത്രേ. ഇതാണ് കേരളം. ഇതിലെവിടെയാണോ കേരളം യാത്ര ചെയ്യേണ്ടത്? ഇതാണോ കേരളത്തിന് മാതൃകയാവേണ്ടത് എന്നും കൂടി CPM തിരിച്ചറിയണം, മാർക്സിസ്റ്റ് പാർട്ടി മനസ്സിലാക്കണം. അത്രയേ ഉള്ളൂ. എന്തായാലും ആർലേക്കർ വരട്ടെ. ആർലേക്കർ വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ നയം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കഴിഞ്ഞ 5 വർഷം കണ്ടതുപോലെ പ്രതിപക്ഷ നേതാവിന്റെ പദവിയിലേക്ക് അല്ലെങ്കിൽ ആ റോളിലേക്ക് പുതുതായി വരുന്ന ഗവർണറും വരുമോ എന്നറിയാൻ നമ്മൾ കാത്തിരിക്കണം. വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ VO ആസിഫ്, ശ്രീ KP നൌഷാദ് അലി, ശ്രീ KVS ഹരിദാസ്. സൂപ്പർ പ്ലാൻ അവസാനിക്കുന്നു. നമസ്കാരം.